നമസ്തേ പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ച അഞ്ചാമത്തെ രാത്രിയും അതിർത്തി ശാന്തം. ജമ്മു, കത്വ, സാംബ എന്നിവിടങ്ങളിൽ സ്കൂളുകൾ ഇന്ന് തുറക്കും. വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് അടക്കം വ്യോമ ഗതാഗതവും സാധാരണ നിലയിലേക്ക്. സിന്ധു നദീജല കരാറിൽ പുനർചിന്തനം ആവശ്യപ്പെട്ട് ഭാരതത്തിന് കത്തയച്ചു പാകിസ്ഥാൻ. റഷ്യ യുക്രൈൻ നിർണായക ചർച്ച ഇന്ന്. ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുക്കും. ചർച്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ. ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രാ പദ്ധതിയിൽ മാറ്റം. മെയ് 29 നിശ്ചയിച്ച ആക്സിയം 4 ദൗത്യം ജൂൺ 8 മാറ്റി. വിക്ഷേപണം ഫ്ലോറിഡയിൽ ഇന്ത്യൻ സമയം 6:41. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു 14 കാര്യങ്ങളിൽ വ്യക്തത തേടി. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരത്തിലും ചോദ്യമുയർത്തി ദ്രൗപദി മുർമു. തിരുവനന്തപുരം മഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ പിടികൂടാനാകാതെ പോലീസ്. ബെയ്ലിൻ കൊച്ചിയിലുണ്ടെന്ന് സംശയം. ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗം ഇന്ന്. AICC താക്കീതും മറികടന്ന് ശശി തരൂർ. ശരിയെന്ന് തോന്നിയത് ചെയ്യുമെന്ന് തരൂർ. പരിധി മറികടന്നുവെന്ന് മുതിർന്ന നേതാക്കൾ. താക്കീത് മറികടന്നാൽ നടപടികളിലേക്ക് കടക്കാൻ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികൾ ചെലവഴിച്ച സർക്കാർ. സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ ചെലവഴിച്ചത് 2.3 കോടി രൂപ. 12 അംഗ സംഘത്തിനായി 1 വർഷം ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയ മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച് പരിശോധന നടത്തണമെന്ന ഹിന്ദു ഐക്യവേദി. മുജീബ് റഹ്മാൻ SDPI പ്രവർത്തകനെന്ന വിവരം. പ്രതിയുടെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തക. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഇന്ന് ആദ്യം പോകുന്നത് ശബരിമല സന്നിധാനത്തേക്കാണ്. ഇടവമാസ പൂജ നാളുകളിൽ അയ്യപ്പനെ ദർശിക്കാൻ ഭക്തജന തിരക്കേറുകയാണ്. കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനവും ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തിയാണ് ഇത്തവണയും ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. നേരത്തെ തീരുമാനിച്ച രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം മാറ്റിയിട്ടുണ്ട്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, സ്വാമി ശരണം. രാവിലെ സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇടവമാസ പൂജ നാളുകളിൽ അയ്യനെ ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തുന്നത്, അല്ലേ? ദേവിക, സ്വാമി ശരണം. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പതിവ് പോലെ ജനം ടിവിയും സന്നിധാനത്തുണ്ട്. ജനം ടിവി മാത്രം മാധ്യമങ്ങൾക്കിടയിൽ സന്നിധാനത്ത് ഇത്തവണയും പതിവ് പോലെ ഉണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ. ശരാശരി തിരക്കാണ് രാവിലെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിന്റെ സൂചനകൾ എന്നോണം ഇന്ന് പതിവ് പൂജകൾ തുടങ്ങുന്ന ദിവസം തിരക്ക് കൂടുന്നുണ്ട്. ശരാശരി തിരക്ക് ഉണ്ട്. മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ മലയാളികൾ എത്തുന്ന മാസപൂജാകാലമാണ്. കുട്ടികളും കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്.
കൊടിമര ചുവട്ടിൽ നിന്നും നേരിട്ട് ദർശനം നൽകുന്ന മീനമാസ പൂജാ സമയത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ രീതി ഇത്തവണയും തുടരുന്നുണ്ട്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒപ്പം ഫ്ലൈ ഓവർ നിലനിർത്തിക്കൊണ്ടുള്ള ദർശന ക്രമീകരണവുമാണ് മാസപൂജാ സമയത്ത് ഇത്തവണയും തുടർന്നു പോരുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരിട്ട് ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള ക്രമീകരണം. ഈ ഭാഗത്ത് കൂടുതൽ ഭക്തജനങ്ങൾ തിങ്ങി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തുന്നുണ്ട്. കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്ക് മാറ്റി ഈ നേരിട്ടുള്ള ദർശന ക്രമീകരണം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലൈ ഓവർ പകുതി ഭാഗവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. ശരാശരിക്കടുത്ത തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. മലയാളികളാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ ഉള്ളത്. മാസപൂജാ സമയത്ത് കൂടുതൽ എത്തുന്നതും മലയാളികളാണ്. അതുപോലെ തന്നെ ഇത്തവണയും മലയാളികളായ അയ്യപ്പ ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നു. കുഞ്ഞ് അയ്യപ്പന്മാർ ഈ കൂട്ടത്തിൽ ധാരാളമായി ഉണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്. മാളികപ്പുറങ്ങളും എല്ലാം കൂടുതലായി എത്തുന്നുണ്ട്. തണുത്ത കാലാവസ്ഥയാണ് രാവിലെ സന്നിധാനത്ത്. ഇന്നലെ രാത്രി വൈകിട്ടും നട തുറന്ന സമയത്തുമൊക്കെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാലാവസ്ഥയോടുകൂടിയാണ് ഇന്ന് ഭക്തി നിർഭരമായി രാവിലെ നട തുറന്നപ്പോൾ അയ്യപ്പസ്വാമിയെ ഭക്തജനങ്ങളെല്ലാം ദർശിക്കുന്നത്. 19-ാം തീയതി രാത്രി 10 മണിക്കാണ് ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. അന്ന് വരെയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഉത്സവമൊക്കെ പൂർത്തിയാക്കി വിഷു പൂജകളുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാസപൂജാ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തും എന്നുള്ള വിലയിരുത്തലുമുണ്ട്. കുഞ്ഞ് മാളികപ്പുറങ്ങളെയൊക്കെ ധാരാളമായി സന്നിധാനത്ത് നിന്നും കാണാം. അവധി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അവധി കഴിയുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങളെയും കുഞ്ഞു അയ്യപ്പന്മാരെയും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ്. നേരത്തെ 19-ാം തീയതി ശബരിമലയിൽ രാഷ്ട്രപതി ദർശനം നടത്തും എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ഇതിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള മാസപൂജാ സമയത്ത് രാഷ്ട്രപതിയുടെ ദർശനം ഉണ്ടാകും എന്നുള്ള ഒരു നിർദ്ദേശമാണ്, മുന്നറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൊക്കെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പിൻവലിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്ന് നമുക്ക് കാണാം ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതേ കാഴ്ച തന്നെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു അയ്യപ്പന്മാരെ ധാരാളമായി സന്നിധാനത്ത് നിന്ന് കാണാം. കുഞ്ഞു മാളികപ്പുറങ്ങളെ കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അവധി കഴിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ധാരാളമായി സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കുഞ്ഞുങ്ങളുമായി അയ്യപ്പന്മാർ എത്തുന്ന ഒരു സാഹചര്യവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഫ്ലൈ ഓവറൊക്കെ എങ്ങനെയാണോ ഭക്തരാൽ തിങ്ങി നിറയുന്നത് ആ ഒരു സമാനമായ സാഹചര്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പോയേക്കും എന്ന് സൂചന നൽകുന്ന ദൃശ്യങ്ങളാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ചോറൂണിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. മാസപൂജാ സമയത്ത് സാധാരണയായി നമുക്ക് ധാരാളമായി കാണുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളുമായിട്ട് അയ്യപ്പന്മാർ കൂടുതലായി എത്തുകയും ചോറൂണ് ചടങ്ങുകൾക്കുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുമായി എത്തുന്ന കാഴ്ച. അത് ഇത്തവണയും ഇടവമാസ പൂജ സമയത്തുമുണ്ട്. സ്വാമി ശരണം എവിടുന്നാ വരുന്നത്? എന്തോ സ്വാമി ശരണം എവിടുന്ന? ഞങ്ങൾ കോട്ടയം ചോറൂണിനാ ചോറിന് കൊടുക്കാൻ വന്ന. എത്ര മാസമായി? 1.25 വയസ്സ്. ഇവിടെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ചോറ് കൊടുക്കാന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. അതെ, കൊച്ചിയിൽ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പ്രാർത്ഥനയായിരിക്കും അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ചോറ് കൊടുക്കുക എന്നുള്ളത്. തന്ന കുഞ്ഞാണ് എനിക്ക്. 11 കൊല്ലം കൂടിയാണ് എനിക്ക് കുഞ്ഞുണ്ടായത്. അയ്യപ്പസ്വാമിക്ക് ഇവിടെ ചോറ് കൊടുത്തേക്കാൻ ഞാൻ നേർന്നതാണ്. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ചോറ് കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉഷപൂജയ്ക്ക് ശേഷം 7:30 ചോറൂണ് ചടങ്ങ് നടക്കുന്നത്. മാസപൂജാ സമയത്ത് നമ്മൾ സന്നിധാനത്ത് നിന്നും പതിവായി കാണുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളുമായി എത്തുന്ന ഭക്തരുടെ ആ കാഴ്ച, കാത്തിരിപ്പ്. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ആദ്യ ചോറൂണ് ചടങ്ങ്, നാവിൽ ചോറൂണ് പകർന്നു നൽകുക എന്ന ആ കാഴ്ച, അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും കൂടുതലായി സന്നിധാനത്ത് നിന്നും കാണാം. അങ്ങനെ ഒരു തിരക്കിന്റെ അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഇടവമാസ പൂജാ സമയത്തും സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ കാണാം ദൃശ്യങ്ങളിൽ കാണുന്നത് നേരിട്ട് ദർശനം നൽകുന്ന ആ ക്രമീകരണം. അത് ഇനി ഒരു പക്ഷേ തിരക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ നേരിട്ടുള്ള ദർശന ക്രമീകരണം മാറ്റിക്കൊണ്ട് സമാന്തരമായി ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ദർശനം നൽകുന്ന രീതിയിലേക്ക് മാറും. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതും അത്തരത്തിലുള്ള ദർശന ക്രമീകരണമായിരുന്നു. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന ക്രമീകരണം കൂടുതലായി നൽകേണ്ടി വന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ മാസപൂജാ സമയത്തും ഉത്സവത്തിന്റെ സമയത്തും എല്ലാം തിരക്ക് കൂടിയപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ തിരക്ക് ശരാശരി
ശരാശരിക്കടുത്ത് മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ടുള്ള ദർശന ക്രമീകരണവും സമാന്തരമായി ഫ്ലൈ ഓവറിന് സമാന്തരമായി തന്നെ നടത്താൻ കഴിയുന്നത്. 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങളെ കാണാം. വലിയ തിരക്കില്ലാതെ തൊഴുതൊക്കെ 18-ാം പടി കയറി വരുന്നതിനുള്ള ഒരു സാഹചര്യം രാവിലെ ഉണ്ട്. ഭക്തജനങ്ങളിൽ കൂടുതൽ പേരും 18-ാം പടിയുടെ ഓരോ പടിയും തൊഴുത് വണങ്ങി മുന്നിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങൾ കാണാം. അത്രയും തിരക്കില്ല. സാവധാനം തന്നെ 18-ാം പടി കയറുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓരോ പടിയും തൊഴുത് മുന്നിലേക്ക് കയറി വരിക, അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളത് ഓരോ ഭക്തജനങ്ങളുടെയും ആത്മസംതൃപ്തിയുടെ, ശബരിമല ദർശനത്തിന്റെ ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് മാളികപ്പുറങ്ങൾക്കുമെല്ലാം സാവധാനം 18-ാം പടി കയറുന്നതിനുള്ള ഒരു അന്തരീക്ഷം സാഹചര്യം ഇന്ന് ഉണ്ട്. ശരാശരിക്ക് അടുത്ത് മാത്രം തിരക്ക് ആയതുകൊണ്ട് തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനേക്ക് സമാനമായി തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന രീതി തന്നെയാണ് ഇത്തവണയും മാസപൂജാ സമയത്തുമെല്ലാം അവലംബിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇത്തരത്തിൽ 80 ഭക്തജനങ്ങളെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന സംവിധാനം മാസപൂജാ സമയത്തും പിന്തുടർന്നു പോരുന്നു. വരും ദിവസങ്ങളിലും തിരക്ക് പ്രതീക്ഷിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായാണ് ശബരിമല നട തുറന്നിരിക്കുന്നത്. അവിടെ നിന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചോറൂണുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ ദർശിക്കാൻ സാധിക്കുന്നു. കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനവും ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തിയാണ് ഇത്തവണയും ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. നേരത്തെ തീരുമാനിച്ച രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും മാറ്റിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും രാഷ്ട്രപതി ചോദ്യം ഉയർത്തിയ ഒരു സാഹചര്യമാണുള്ളത്. കുറച്ചുനാൾ മുൻപ് ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് പുറത്തേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറത്തേക്ക് വന്നത്. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദ്യം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദൻ, 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയിരിക്കുന്നു രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ദേവിക, നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർമാർ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷയിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. ജസ്റ്റിസ് ആർ.ജി. പൽദിവാലയും അതേപോലെ തന്നെ ജെ.ബി. പർദിവാലയും ആർ മഹാദേവനുമായിരുന്നു ഇത്തരമൊരു വിധി പ്രസ്താവിച്ചത്. 3 മാസത്തിനകം രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്നായിരുന്നു ആ വിധിയിലുണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ രാഷ്ട്രപതി വളരെ അസാധാരണമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് ഭരണഘടനയിലെ 201 പ്രകാരം സമയപരിധി ഉണ്ടോ എന്നതടക്കമുള്ള 14 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഫെഡറലിസം, അതേപോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷ, അതേപോലെ തന്നെ അഖണ്ഡത, ഒപ്പം തന്നെ നിയമവശങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വേണം ഗവർണർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഗവർണർ രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 പ്രകാരം ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഇതിൽ തീരുമാനമെടുക്കുവാനുള്ള രാഷ്ട്രപതിയുടെയും അതേപോലെ തന്നെ ഗവർണറുടെയും അധികാരം എന്തെന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ അനുച്ഛേദം ഈ മന്ത്രിസഭയുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ഗവർണർ ഈ ബിൽ ഒപ്പിടുന്ന വിഷയത്തിൽ നിലപാടെടുക്കണോ എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കണം തുടങ്ങിയ 14 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായി അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് രാഷ്ട്രപതി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കത്ത് നൽകിക്കൊണ്ട് ഇതുമായി ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അതേപോലെ തന്നെ നിയമമന്ത്രി ജസ്റ്റിസ് മേഘ്വാളുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് രാഷ്ട്രപതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അർജുൻ റാം മേഘ്വാൾ അടക്കമുള്ള നിയമ
മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാഷ്ട്രപതി കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് രാഷ്ട്രപതി ഭവൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭ നൽകുന്നതെന്തും അതേപടി അല്ലെങ്കിൽ അത് നിയമമാക്കുന്നതെന്തും അതേപടി അംഗീകരിക്കുവാൻ നിന്നാൽ ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അവിടെ എന്ത് അധികാരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത ഈ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രാധാന്യം നൽകണം, ഫെഡറലിസത്തിൽ പ്രാധാന്യം നൽകണം. ഒപ്പം തന്നെ നിയമവശങ്ങളും മറ്റും പരിശോധിച്ച് മാത്രമേ ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നതടക്കമാണ് രാഷ്ട്രപതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF-നെ ഭീകര സംഘടനയിൽപ്പെടുത്താൻ നീക്കങ്ങൾ ആരംഭിച്ച ഭാരതം. ഇതിനായി ഇന്ത്യ UN-ലേക്ക് പ്രത്യേക സംഘത്തെ അയച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകര സംഘടനയായ TRF ആണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ നീക്കം. നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദൻ, വളരെ മുൻപ് തന്നെ ഈ TRF-നെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ UN-ന് കൈമാറുമെന്ന് ഭാരതം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് ഭാരതം കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘത്തെ കൂടി ഭാരതം അയച്ചു. UN-ലേക്ക് പ്രത്യേക സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് TRF-നെ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRF-നെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ UN ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഭാരതം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതി 26 പേരുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ദ ടെററിസ്റ്റ് ഫ്രണ്ട് എന്നുള്ള TRF ആണ് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. 22-ാം തീയതി രാത്രിയിലും 23-ാം തീയതി പുലർച്ചെയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഭാരതത്തിന്റെ വിവിധ അന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലും TRF-ന്റെ സാന്നിധ്യം വ്യക്തമാണ്. TRF ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ഭീകര സംഘടന തന്നെയാണ്. ലഷ്കർ ഇ തോയ്ബയും അതേപോലെ തന്നെ ജെയ്ഷെ ഉൽ മുഹമ്മദ് അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഭീകരവാദ സംഘടനകൾ ബന്ധപ്പെട്ടുള്ളവർ ഈ TRF-ന് അടക്കം കൃത്യമായ പരിശീലനം, ആയുധങ്ങളൊക്കെ തന്നെ കൈമാറുന്ന സാഹചര്യമുണ്ട്. TRF-ന്റെ നേതൃത്വം ലഷ്കർ ഇ തോയ്ബ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെ തുടങ്ങിയ വ്യക്തമായ കാര്യങ്ങൾ, വ്യക്തമായ തെളിവുകൾ ഭാരതത്തിന്റെ പക്കലുണ്ട്. ഇത് UN-ൽ മുന്നിൽ നൽകിക്കൊണ്ട് TRF-നെ ഇതുമായി ബന്ധപ്പെട്ട് ഭീകര സംഘടന എന്ന നിലയിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഭാരതം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതമാണ് പ്രത്യേക സമിതി UN-ലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ദേവിക. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF-നെ ഭീകര സംഘടനയിൽപ്പെടുത്താൻ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഭാരതം. ഇതിനായി ഇന്ത്യ UN-ലേക്ക് പ്രത്യേക സംഘത്തെ അയച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകര സംഘടനയായ TRF ആണെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ ഏറ്റവും പുതിയ നീക്കം. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ഭാരത പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും SDPI പ്രവർത്തകനാണെന്നുമാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. ഗൂഗിൾക്ക് വേണുഗോപാൽ ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഗൂഗിൾ, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയത്. ഈ ഒരു ഘട്ടത്തിലാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയുള്ള ഫോൺ കോൾ വരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രതിയുടെ മൊഴികൾ വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യമല്ല അടുത്ത നിമിഷം പറയുന്നതെന്ന് പറയുന്നുണ്ട്. മാനസിക വെല്ലുവിളി ഇയാൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലും അത് സംശയപരമാണ്, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം, അല്ലേ? അതെ, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയിട്ട് കോൾ വരുന്ന പശ്ചാത്തലം ആ സമയം ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. കാരണം ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, രാഘവൻ എന്നാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു ഫോൺ കോൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള എലത്തൂർ സ്വദേശിയായിട്ടുള്ള മുജീബ് റഹ്മാനെ കൊച്ചി ഹാർബർ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇദ്ദേഹം 2021 മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തിയത്. അതേസമയം അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ചോദ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ല,
പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് പറയുന്നത് എന്നാണ്. പിന്നീടാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പഴുതടച്ച അന്വേഷണം ആവശ്യമാണോ എന്നൊരു കാര്യം ഉയർത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പറയുന്ന മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവിന്റെ സഹോദരി 2015 കോഴിക്കോട് കോർപ്പറേഷനിലെ വെള്ളയിൽ വാർഡിൽ നിന്ന് SDPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. ഇവർക്ക് ഈ മുജീബ് റഹ്മാന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് SDPയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇദ്ദേഹം ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ ചെറിയ രീതിയിലുള്ള അന്വേഷണം ജനം ടിവിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. പ്രദേശവാസികളുമായി സംസാരിക്കുന്ന സമയത്തും ഇയാൾക്ക് ഈ മുജീബ് റഹ്മാൻ എന്തെങ്കിലും തരത്തിലൊരു മാനസിക വെല്ലുവിളി ഉള്ളതായിട്ട് തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊരു മറുപടിയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് പഴുതടച്ചിട്ടുള്ള അന്വേഷണം വേണമെന്ന ഒരു കാര്യം ഹിന്ദു ഐക്യവേദി മുന്നോട്ടേക്ക് വെക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പുട്ടാവിമല സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല, പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പറയുന്നു, അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനാലാണ് ഈ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്നും ഇതിന്റെ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം വേണമെന്നും പറയുന്ന ഒരു കാര്യം പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന മുജീബ് റഹ്മാൻ രാഘവൻ നമ്പൂതിരി എന്ന് പറയുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ അറസ്റ്റ് ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ സംഭവം വിവാദമായതിനു ശേഷം INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ വന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ആ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയതാണ് എന്നൊക്കെ പറയുന്നു. അതായത് മറ്റൊരാളുടെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ് എന്ന തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ മുജീബ് റഹ്മാന്റെ പേരിലുണ്ട്. അതിനാലാണ് ഈ അന്വേഷണം കൂടുതൽ ശക്തമായും ഊർജിതമായും പഴുതടച്ചതുമായ രീതിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. INS വിക്രാന്തുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നമ്മുടെ അഭിമാനം എന്ന രീതിയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരികയും INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടുകയും ചെയ്യുന്നതാണ് ആശങ്കയുണ്ടാക്കിയിട്ടുള്ളത്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊച്ചി ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ എലത്തൂർ സ്വദേശിയായ മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നത്. മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ട് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുന്നത്. 2023 മുതൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് നാട്ടുകാരുമായി ബന്ധപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മുജീബ് റഹ്മാന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുന്ന സമയത്തോ അദ്ദേഹത്തിന് SDPയുടെ പശ്ചാത്തലമുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരി SDPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ SDPI പശ്ചാത്തലമുള്ള ആളാണ് മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇയാൾ വിളിച്ച ഫോൺ കോളിൽ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയും ഇദ്ദേഹത്തിന് മാനസിക വെല്ലുവിളി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം കൂടുതൽ ശക്തമായി പരിശോധിക്കണം എന്നൊരു ആവശ്യമായി ഹിന്ദു ഐക്യവേദി എന്തായാലും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ശരിവെക്കുകയാണെങ്കിൽ ഈ അന്വേഷണം എന്തായാലും കൂടുതൽ ഊർജിതമായി മുന്നോട്ടേക്ക് പോകുന്നു. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക. ശരി, ഭാരതം പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരിക്കുന്നു. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാനും SDPI പ്രവർത്തകനാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തെരുവ് നായകളുടെ കടിയേറ്റുള്ള മരണം തുടർക്കഥയാകുമ്പോഴും അനങ്ങാപ്പാറ നയം തുടർന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ചയിൽ പൊലിയുന്നതാകട്ടെ സാധാരണ ജനത്തിന്റെ ജീവിതവും. 6 ജില്ലകളിൽ ഒരു നായയെ പോലും കഴിഞ്ഞ ഒരു വർഷക്കാലം വന്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 7 പേർക്കാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക് ഏറ്റിട്ടുള്ളത്. അതിൽ 2 പേരുടെ മുഖത്ത് വലിയ രീതിയിലുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് കൊല്ലത്തും കുഞ്ഞുങ്ങളടക്കം 11 പേരെ നായ കടിക്കുന്ന സാഹചര്യം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുത്തിട്ട് പോലും മരണങ്ങൾ സംഭവിക്കുന്നു എന്നത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു അനങ്ങാപ്പാറ നയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ദേവിക, അത് തന്നെയാണ്. കാരണം സാധാരണ മനുഷ്യരുടെ ജീവനാണ്, അവരുടെ ജീവനും സ്വത്തിനും അവകാശം പറയേണ്ട അല്ലെങ്കിൽ അത് ആധികാരികത നൽകേണ്ട സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ പിടിപ്പുകേട് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ 7-ലധികം പേർക്ക് പേവിഷബാധ ഏൽക്കുന്നത്, നായയുടെ കടി ഏൽക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഒരു കുഞ്ഞ് 7 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ആ കുഞ്ഞിന്റെ അമ്മ വളരെ വൈകാരികമായൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
ഈ മാലിന്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ തെരുവുനായകൾ പെരുകാനുള്ള കാരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ സർക്കാർ കൃത്യമായി ഇടപെടണം എന്നുള്ളതാണ്. കൂടാതെ തന്നെയാണ് ഈ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ പലരും വാക്സിൻ എടുത്തിട്ടും ഈ നായയുടെ കടിയേറ്റതിന് ശേഷം അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയും ജീവൻ നഷ്ടമാകുന്നു, പേവിഷബാധ ഏൽക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വന്ധ്യംകരിക്കൽ അടക്കമുള്ള നായകളെ വന്ധ്യംകരിക്കുന്നതും ഒപ്പം തന്നെ നായകൾക്ക് വാക്സിൻ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള കണക്കുകൾ വരുന്നത്. കഴിഞ്ഞ 6 ജില്ലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 6 ജില്ലകളിൽ ഒരു നായയെ പോലും വന്ധ്യംകരിച്ചിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് മൃഗസംരക്ഷണ വകുപ്പ് തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഒരു നായയെ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വന്ധ്യംകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നഗരസഭയും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃത്യമായി ഇടപെടൽ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. തെരുവ് നായകളെ പിടികൂടി അതിനെ വന്ധ്യംകരിച്ച് പുറത്തേക്ക് വിടേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിനെ പിടികൂടി പിടികൂടുന്ന സമയത്ത് തന്നെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ഈ നഗരസഭ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ എടുത്തത് അല്ലെങ്കിൽ വന്ധ്യംകരണം നടത്തിയിട്ടുള്ള ജില്ല പാലക്കാട് ജില്ലയാണ് എന്നുള്ളതാണ്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ സ്വാഭാവികമായും ഈ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 വർഷത്തിൽ വന്ധ്യംകരിച്ച നായകളുടെ എണ്ണം 15,767 ആണ്. അതിൽ ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് 1,106 നായകളെയാണ് വന്ധ്യകരിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 3,761 നായകളെ വന്ധ്യകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ജില്ലകളിലൊക്കെയാണ്. പക്ഷേ ഏറ്റവും കുറവുള്ളത് ഇടുക്കി അടക്കമുള്ള ജില്ലകളിലാണ്. ഇടുക്കി ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, ഒപ്പം തന്നെ മലപ്പുറം, വയനാട്, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലും ഒരു നായയെ പോലും വന്ധ്യകരിച്ചിട്ടില്ല എന്ന് ഈ കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ 2024-25 പേവിഷ കുത്തിവയ്പ് എടുത്തത് 88,744 നായകൾക്കാണ്. അതിൽ 88,744 പേർക്കാണ്. അതിലും കണക്കുകൾ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, സർക്കാർ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കുന്നത്. ഈ തെരുവുനായ ആക്രമണം പെരുകുന്ന സമയത്തും ഇത്തരത്തിലുള്ള വിശദീകരണമാണ് സർക്കാർ തലത്തിൽ നിന്നും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വകുപ്പ് തന്നെ ഉറപ്പുവരുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഈ തെരുവുനായ ശല്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. റോഡ് സൈഡിലൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നിടത്ത് തെരുവുനായകളുടെ എണ്ണം പെരുകുന്ന സാഹചര്യമുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ അടക്കം പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടൽ അക്കാര്യത്തിൽ പോലും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ സ്കൂൾ തുറക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആപത്തിലേക്കും വിപത്തിലേക്കും ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ വാക്സിൻ എടുത്തവർക്ക് പോലും ഈ പേവിഷബാധ ഏൽക്കുന്നു എന്നൊരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥ തുടരുകയും ചെയ്യുന്നത്. ശാലിനി, പക്ഷേ എന്തുകൊണ്ടാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം പറയുന്നുണ്ടോ? കാരണം വന്ധ്യംകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തേക്ക് ഒരു നായയെ പോലും വന്ധ്യംകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ. അത് എന്തുകൊണ്ടാണ് എന്ന വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? ദേവിക, ഔദ്യോഗികമായി ഈ കണക്കുകളിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, തലസ്ഥാന ജില്ലയടക്കം പരിശോധിക്കുകയാണെങ്കിൽ ഈ വന്ധ്യംകരണം നടത്തേണ്ട സെന്ററുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. പല സെന്ററുകളും അടച്ചുപൂട്ടി കിടക്കുന്ന സാഹചര്യങ്ങൾ, സൗകര്യക്കുറവ്, പരിമിതികളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. തെരുവുനായകളെ പിടികൂടുന്നതിൽ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിന് വൈദഗ്ധ്യം നേടിയ ആളുകളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെ ആകാം ഒരു പക്ഷേ ഈ എണ്ണത്തിൽ കുറവുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ആ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് തെരുവുനായകളെ പിടികൂടി അതിനെ വന്ധ്യംകരിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. അതായത് മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ളവർ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി വ്യക്തമാക്കുമ്പോഴും കാര്യമായ ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും സംസ്ഥാനത്തെ ഏത് ജില്ലകളിൽ തിരിഞ്ഞാലും ആൾക്കൂട്ടം ഉള്ളിടത്തോ ഇല്ലാത്തടത്തോ എവിടെ ചെന്നാലും
എന്തായാലും തെരുവ് നായകളുടെ എണ്ണം ഗണ്യമായി പെരുകുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ മെല്ലെപ്പോക്ക് തുടരുന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്നുള്ളത്. അത് തന്നെയാണ് ഈ തെരുവുനായ ആക്രമണങ്ങൾക്കും പേവിഷബാധ മരണങ്ങൾക്കും പേവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കും ഇടയുണ്ടാക്കുന്നത്. എന്തായാലും അതിലൊരു നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിലെങ്കിലും സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദേവിക. ശരി, എന്തായാലും തെരുവ് നായ ശല്യം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത്. തെരുവ് നായയുടെ ശല്യം കൂടുതൽ ആശങ്ക കൂടി സംസ്ഥാനത്ത് ജനിപ്പിക്കുന്നുണ്ട്. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അടക്കം ചില സമയം എടുത്തതിന് ശേഷം പോലും മരണങ്ങൾ സംഭവിക്കുന്നത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും തെരുവ് നായ ആക്രമണം ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. നായകളെ പിടികൂടുന്നതിനോ വന്ധ്യീകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപമാണ് ശക്തമായി വരുന്നത്. ശമ്പളം കൃത്യമായി നൽകാത്തതിനെ തുടർന്ന് നായപിടുത്തക്കാർ സേവനം നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മുതൽ സംസ്ഥാനത്ത് പലയിടത്തും തെരുവുനായ ആക്രമണം ദിനംപ്രതി ഉയർന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അക്രമകാരികളായ തെരുവുനായകളെ പിടികൂടാനോ വന്ധ്യീകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപം തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഉയരുന്നത്. ആക്രമണ സ്വഭാവമുള്ള തെരുവുനായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 150 പേർക്ക് പരിശീലനം നൽകിയിരുന്നു. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന വന്ധ്യീകരണ ശസ്ത്രക്രിയ നിർത്തലാക്കിയതോടെ തെരുവുനായകളെ പിടികൂടുന്നവർ മറ്റ് ജോലികളിലേക്ക് പോയി. 675 രൂപ ദിവസക്കൂലി നിശ്ചയിച്ചാണ് കോർപ്പറേഷൻ നായപിടുത്തക്കാരെ നിയമിച്ചിട്ടുള്ളത്. കൃത്യമായ ശമ്പളം നൽകാതെ വന്നതോടെയാണ് സേവനം മുടങ്ങാനുണ്ടായ പ്രധാന കാരണമായത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, അക്രമകാരികളായിട്ടുള്ള അതോടൊപ്പം തന്നെ വിഷബാധ ഉണ്ട് എന്ന് സംശയിക്കുന്ന തെരുവ് നായ്ക്കളെ കൊലപ്പെടുത്താം എന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ കേൾക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ പരിഹാരം കാണാതെ ഒരു അനങ്ങാപ്പാറ നയമാണ് ഈ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം സ്വീകരിക്കുന്നത്. അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കൾ യഥേഷ്ടം തെരുവിൽ പെറ്റുപെരുകയാണ്. അവർക്ക് വന്ധ്യീകരിക്കണം എന്ന ആ വന്ധ്യീകരിക്കുവാനുള്ള ആളുകൾക്ക് പോലും ഓണറേറിയം കൊടുക്കുന്നില്ല. വന്ധ്യീകരിക്കാനുള്ള ആളുകൾക്ക് തെരുവ് നായ്ക്കളെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ യഥേഷ്ടം വന്ധ്യീകരിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുവാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കേണ്ട ഒരു ഭരണകൂടം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉയരുകയാണ്. എന്നാൽ ഇക്കാര്യം വളരെ ലാഘവത്തോടെയാണ് കോർപ്പറേഷൻ കാണുന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു. പേവിഷബാധയുള്ള നായ്ക്കളെ കണ്ടെത്തി കൊല്ലാൻ നിയമമുണ്ടായിട്ടും അതിന് തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. ജനം, തിരുവനന്തപുരം. വിരുദ്ധ പ്രചാരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിൽ. നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് നിരീക്ഷണത്തിലുള്ളത്. സായുധ മാവോയിസ്റ്റുകളെ സഹായിച്ചിരുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിൽ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? ദേവിക, അത് തന്നെയാണ് കാരണം. നേരത്തെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരോധിത ഭീകരവാദ ഗ്രൂപ്പുകൾ സായുധ മാവോയിസ്റ്റുകളെ അടക്കം പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ അടക്കം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് അർബൻ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ അർബൻ നക്സലുകളും നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് സായുധ മാവോയിസ്റ്റുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അർബൻ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ അർബൻ മാവോയിസ്റ്റുകളെ കൂടി നിരീക്ഷണ വലയത്തിൽ ആക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ സായുധ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള അർബൻ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളും നക്സലിസ്റ്റുകളും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരിക. അതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കും
ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ NIA-യുടെ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ കേരളത്തിലടക്കം വന്ന് പരിശോധനയും റെയ്ഡും നടത്തുകയും ചെയ്തിരുന്നു. മുരളി കണ്ണമ്പിള്ളി എന്ന് പറയുന്ന മുൻ നക്സലിസ്റ്റ് മാവോയിസ്റ്റ് നേതാവിനെതിരെയും നടപടി സ്വീകരിച്ചു. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പരിശോധന അടക്കം പൂർത്തീകരിച്ചിരുന്നു. 76 കാലഘട്ടത്തിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി അല്ലെങ്കിൽ പിടികൂടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, മാവോയിസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന മുരളി കണ്ണമ്പിള്ളി. ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല നിരവധി അർബൻ നക്സലിസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഭീകരവാദ സ്ലീപ്പർ സെല്ലുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഈ സായുധരായിട്ടുള്ള മാവോയിസ്റ്റുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളും ബോധവൽക്കരണം അതുൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് ഈ പറയുന്ന നിലവിൽ പഴയകാല മാവോയിസ്റ്റ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നത്. എന്തായാലും ഇത്തരത്തിൽ പഴയ മുൻകാല കേസുകളിൽ മാവോയിസ്റ്റ് നക്സൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ, മുൻകാല നേതാക്കൾ, ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് രഹസ്യാന്വേഷണ വിഭാഗം കടന്നിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റിജാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യുവാവ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയെന്ന ആക്ഷേപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നത്. അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നുണ്ട്. വീട്ടിലെത്തി അടക്കം ATS പരിശോധന നടത്തിയിരുന്നു. ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ പ്രാദേശിക തലത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അയാൾക്ക് മറ്റ് സായുധരായിട്ടുള്ള മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടോ, ഇതടക്കമുള്ള തെളിവുകളാണ് ATS ഉൾപ്പെടെയുള്ള ഏജൻസികൾ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും മുൻകാല നക്സൽ അർബൻ മാവോയിസ്റ്റ് നേതാക്കൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ, കേസിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ, ഇവരെയാണ് ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ദേവിക, AICC താക്കീതിന് പിന്നാലെയും പറഞ്ഞതിൽ ഉറച്ചു ശശി തരൂർ. ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്ന് തരൂരിന്റെ പക്ഷം. താക്കീത് മറികടന്നാൽ തരൂരിനെതിരെ നടപടികളിലേക്ക് കടക്കാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ്. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, കഴിഞ്ഞ ദിവസം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ശശി തരൂരിന് വലിയ രീതിയിലുള്ളൊരു താക്കീത് ലഭിച്ചിരുന്നു. തരൂർ പല പരിധികളും മറികടക്കുകയാണെന്നും അതോടൊപ്പം തന്നെ ഈ വായിൽ തോന്നുന്നതൊന്നും വിളിച്ചു പറയാൻ കഴിയില്ല, മാത്രവുമല്ല സ്വന്തം പാർട്ടിയുടെ നയങ്ങളാണ് തരൂർ കൂടുതൽ ഉയർത്തിക്കാട്ടേണ്ടത് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. നേതൃയോഗത്തിലായിരുന്നു ഇത്തരം വിമർശനങ്ങളെല്ലാം ഉയർന്നു കേട്ടത്. പക്ഷേ ആ വിമർശനങ്ങൾക്കൊക്കെ പിന്നാലെ വീണ്ടും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. കൂടുതൽ നേതാക്കൾക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസവും അറിയിച്ചിരുന്നത് ഇനി കൂടുതൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി സംസാരിക്കുകയോ അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നു എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ടോ? ദേവിക, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ ചേർന്ന AICC നേതാക്കളുടെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗത്തിൽ കടുത്ത വിമർശനം ശശി തരൂരിന് നേരിടേണ്ടി വന്നത്. പല ഘട്ടങ്ങളിലും പാർട്ടി നിലപാടുകൾക്കും പാർട്ടി പ്രസ്താവനകൾക്കും വിരുദ്ധമായി ശശി തരൂർ പ്രവർത്തിക്കുന്നു, തന്നിഷ്ടം പോലെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയത്. പ്രധാന വിഷയമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സമയത്ത് പാർട്ടി സ്വീകരിച്ച നിലപാടല്ല ശശി തരൂർ സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്ക് മുൻപിലും സോഷ്യൽ മീഡിയയിലും അടക്കം നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടി വിരുദ്ധമായിട്ടാണ്. ഇതിലാണ് ഒരു താക്കീത് എന്ന രൂപേണ ശശി തരൂരിന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെയാകുമ്പോൾ വീണ്ടും ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പറഞ്ഞതിൽ നിന്ന് താൻ പിന്നോട്ട് പോകുന്നില്ല, പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ശശി തരൂർ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അതായത് AICC നേതാക്കന്മാർ യോഗം ചേർന്ന് താക്കീത് നൽകിയിട്ടും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിൽ ചില വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തെ, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് അടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ അതിനുള്ളിൽ നിന്ന് മറ്റു പാർട്ടിയെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും പ്രകീർത്തിച്ചുകൊണ്ടും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനാണോ പ്രവർത്തക സമിതി അംഗം കൂടിയായ തിരുവനന്തപുരം MP ശശി തരൂർ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചർച്ച ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു താക്കീത് നൽകി ശശി തരൂരിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ AICC നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ ശ്രമങ്ങൾക്കൊന്നും താൻ നിൽക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഒപ്പം തന്നെ അത് നിലപാടായി ആവർത്തിക്കുകയാണ് ശശി തരൂർ
തരൂർ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ വന്നിട്ടുള്ള ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രതികരണങ്ങൾ നടത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ശശി തരൂർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും AICC നേതൃത്വത്തിന് മുന്നിൽ മുട്ടുമടക്കുമോ ശശി തരൂർ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുൻപും പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും പ്രതികരണങ്ങൾ ശശി തരൂർ നടത്തിയിരുന്നു. ഇതൊന്നും യോജിച്ച സമയമോ അല്ലെങ്കിൽ പറയാൻ പറ്റിയ സാഹചര്യമോ അല്ല എന്നുള്ളതാണ് AICC നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പറയുകയും ചെയ്യുന്നത്. എന്നാലും അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ശശി തരൂർ തുടരുന്നത്. ആ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. പറഞ്ഞതിൽ നിന്നും താൻ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു നിലപാട് കടുപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് ആവർത്തിക്കുകയും അതിൽ നിന്ന് പിന്നോട്ട് പോകാത്തൊരു നിലപാട് ശശി തരൂർ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതിൽ ഇനി താക്കീതിനപ്പുറം ഏത് തരത്തിലുള്ള നടപടികൾ ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും താക്കീതിൽ അനുസരിച്ചില്ലെങ്കിൽ ഒരു കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര നേതൃത്വം പോകും ശശി തരൂരിനെതിരെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദേവിക, ശരി, എന്തായാലും നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ് ശശി തരൂർ. ഈ ഒരു ഘട്ടത്തിലും ഹൈക്കമാൻഡ് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എസ് ശാലിനി ആണ് ചേർന്നത്. ശാലിനി തുടരുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ കോടികൾ ചെലവഴിക്കുന്നത് തുടർന്ന് സർക്കാർ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ ചെലവഴിച്ചത് 2.3 കോടി രൂപയാണ്. 12 അംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. ശാലിനി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, വളരെ അധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനായി ഇത്രത്തോളം തുക ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ മാത്രം ചെലവഴിച്ചത് 2.3 കോടി രൂപയാണ്. 12 അംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദേവിക, അത് തന്നെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളും കേസുകളും നിലനിൽക്കുന്നു. മന്ത്രിസഭയ്ക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലങ്ങൾ, പല കാര്യങ്ങളും നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഇടത് സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയിലാണ് ഈ സർക്കാരിന്റെ മുഖം രക്ഷിക്കുക. സർക്കാർ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സ്വീകരിക്കാനായി കോടികളാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് രേഖകൾ സഹിതം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 4 വർഷത്തിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ 4 വർഷ കാലയളവിനിടയിൽ മീഡിയ ടീമിനായി മാത്രം മാറ്റിവെച്ചത് 2.3 കോടി രൂപയാണ്. അത് 12 അംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് 57 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ പല രീതിയിലുള്ള ദൂർത്തുകൾ, സർക്കാർ ദൂർത്തുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജനം TV അടക്കമുള്ളവർ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, നെല്ല് സംഭരണത്തിനായി ശേഖരണം നടത്തിയിട്ട് ഫണ്ട് നൽകാത്ത സർക്കാരിന്റെ പിടിപ്പുകേട്, ഒപ്പം തന്നെ KSRTC-യിലടക്കം ശമ്പളം മുടങ്ങുന്നു, പെൻഷനുകൾ മുടങ്ങുന്നു. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ നടത്തിയ ലോക കേരള സഭയും ഒപ്പം തന്നെ ആർഭാടവും ദൂർത്തും ഒക്കെ ജനം TVക്ക് പുറത്തുവിട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മീഡിയ ടീമിന് മാത്രമായി ഇത്തരത്തിൽ കോടികൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വക മാറ്റുന്നത് എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2022 മെയ് 16-നാണ് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പാലിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മുതൽ ടീം ലീഡർ വരെ 12 അംഗങ്ങളെയാണ് ഇതിൽ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇഷ്ടക്കാരെയാണ് അവിടെ നിയമിച്ചത്. പാർട്ടി അനുകൂലികളെ മാത്രമാണ് ആ ഒരു 12 അംഗ സംഘത്തിലേക്ക് സർക്കാർ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അവർക്ക് വേണ്ടി മാത്രമാണ് ഏകദേശം 57 ലക്ഷം രൂപ പ്രതിവർഷം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മാറ്റുന്നത്. ഒപ്പം തന്നെ ഈ 4 വർഷത്തിനിടയിൽ 2,60,62,460 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ചെലവഴിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒപ്പം തന്നെ മറ്റ് പത്രങ്ങളിലും അടക്കമുള്ള പരസ്യങ്ങൾക്കുമായി എന്നുള്ളതാണ് സർക്കാർ തന്നെ കണക്ക് പറയുന്നത്. ഒപ്പം തന്നെ 2022-23 സാമ്പത്തിക വർഷം 63,36,455 രൂപയാണ് മീഡിയ ടീമിന് മാത്രമായി സർക്കാർ ചെലവഴിച്ചത്. അങ്ങനെ ഓരോ വർഷത്തെയും കണക്കുകൾ പരിശോധിക്കും
പരിശോധിക്കുകയാണെങ്കിൽ ഗുരുതരമാണ് എന്നുള്ളതാണ് ഈ രേഖകൾ മനസ്സിലാക്കി തരുന്നത്. 80,07,480 രൂപയാണ് 23-24 വർഷത്തിൽ മീഡിയ ടീമിന് മാത്രമായി സർക്കാർ വക മാറ്റിയത്. അങ്ങനെ PRD ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികൾക്കും ഒപ്പം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകൾക്കും സോഷ്യൽ മീഡിയയിലേക്കും അടക്കമാണ് ഈ കോടികൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഓരോ ദിവസവും ഓരോ വർഷവും പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു കൃത്യമായ പ്രതികരണത്തിന് സർക്കാർ തലത്തിൽ നിന്ന് ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പരസ്യങ്ങൾ ഒപ്പം തന്നെ പത്രമാധ്യമങ്ങളുടെ പരസ്യങ്ങൾ, ചാനലുകളുടെ ദൃശ്യമാധ്യമങ്ങളുടെ അടക്കമുള്ള പരസ്യങ്ങൾക്ക് കൂടിയാണ് ഈ കോടികൾ വക മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുണ്ടുമുറുക്കി കുത്തണം എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്കും ധനകാര്യമന്ത്രിയുടെ മുൻപിലുമാണ് ഇത്തരത്തിൽ ഖജനാവിൽ നിന്ന് കോടികൾ സർക്കാരിന്റെ പ്രചാരണത്തിനും സർക്കാരിനെ മുഖമിനുക്കാനുമായി മാറ്റിവെക്കുന്നത്. രഹസ്യയോഗം ചേർന്നതിന് ശേഷം മുഷാവറ യോഗത്തിനെത്തിയ ഉമർ ഫൈസി മുഖത്തെ സംസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. അടുത്ത മുഷാവറ യോഗത്തിൽ ആവശ്യമുന്നയിക്കാൻ ലീഗ് അനുകൂല വിഭാഗം കഴിഞ്ഞ 6-ാം തീയതി കോഴിക്കോട് നടന്ന മുഷാവറ യോഗത്തിന് മുന്നോടിയായാണ് ഉമർ ഫൈസി മുഖത്തിന്റെ നേതൃത്വത്തിൽ രഹസ്യ യോഗം ചേർന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ സമസ്തയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ചില സമിതികളെയൊക്കെ രൂപീകരിക്കുകയും സമസ്തയിലെയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്ന് നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രഹസ്യയോഗങ്ങൾ ചേരുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയ്ക്കുള്ളിലെ ഒരു വിഭാഗം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുഖമൊക്കെ രംഗത്തെത്തിയത് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും സമസ്തയ്ക്കുള്ളിലെ ഭിന്നതയ്ക്കുമൊക്കെ കാരണമായിരുന്നു. സാദിഖ് അലി തങ്ങൾക്ക് ഘാസിയാവാൻ എന്ത് യോഗ്യതയാണ് എന്ന തരത്തിലുള്ള ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളെ ചൊടിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും തുടർന്ന് വരികയും ഉണ്ടായിരുന്നു. സാദിഖ് അലി തങ്ങൾ ക്രിസ്മസിന് കേക്ക് മുറിച്ചതൊക്കെ വലിയ വിവാദമായി. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയെ സമസ്തയുടെ താല്പര്യപ്രകാരം ആദ്യം പുറത്താക്കിയിരുന്നു. പിന്നീട് സമസ്തയുടെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് CICയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ തിരിച്ചെടുത്തതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അതിന്റെ പേരിലൊക്കെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ലീഗ് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗം പ്രത്യേക യോഗം ചേരുകയും ഒരു സമിതി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ലീഗ് അനുകൂലികളും വിമതരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സമസ്തയ്ക്കുള്ളിൽ വലിയ ആക്കം കൂട്ടുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് ഒരു 5-അംഗ സമിതിയെ രൂപീകരിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 5ഓളം ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് പ്രശ്നം പരിഹരിച്ചു എന്ന് പൂർണ്ണമായും പരസ്യമായും പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉമർ ഫൈസി മുഖത്തിന്റെ നേതൃത്വത്തിൽ ഒരു 12-അംഗ സംഘം രഹസ്യ യോഗം ചേർന്നിട്ടാണ് മുഷാവറ യോഗത്തിന് എത്തിയത് എന്നൊരു ആരോപണം ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്നത്. അത് നിഷേധിക്കാൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് 3 ദിവസങ്ങളായി. അത് നിഷേധിക്കാൻ ഇതുവരെ ഉമർ ഫൈസി മുഖം തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഈ ലീഗ് അനുകൂല വിഭാഗം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന മുഷാവറ യോഗത്തിൽ, അടുത്ത മാസം ചേരുന്ന മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്ന ഈ മുഷാവറ യോഗത്തിൽ തന്നെ ആവശ്യം ഉന്നയിക്കാനാണ് ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ള മുഷാവറ അംഗങ്ങളുടെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള രഹസ്യയോഗം ചേരുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ലീഗ് അനുകൂല വിഭാഗവും വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോര് കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ ഇടപെട്ട് ഒരു സമിതി രൂപീകരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. സമസ്ത അതിന്റെ 100-ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പിളർപ്പിലേക്കോ എന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ദേവിക. ശരി ഗോകുൽ. ചരിത്രകാരന്മാരിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ MGS നാരായണൻ എന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ. തപസ്യ കലാ സാഹിത്യവേദി നടത്തിയ MGS അനുസ്മരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MGS അനുകരണീയ ചരിത്രകാരനെന്ന് UK കുമാരനും അഭിപ്രായപ്പെട്ടു. ചരിത്ര സാഹിത്യരംഗത്തെ പ്രമുഖർ കോഴിക്കോട് വെച്ച് നടന്ന MGS നാരായണൻ അനുസ്മരണത്തിൽ സംസാരിച്ചു. MGS ചരിത്രത്തിൽ ഗവേഷണം നടത്തിയ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം നികത്താൻ സാധിക്കാത്തതാണെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കാരണം ചരിത്ര പഠനം ഒരു ശാസ്ത്രശാഖയാണ് എന്ന വളരെ കൃത്യതയോടുകൂടി അതിനെ സമീപിക്കുകയും ഏറെ നിഷ്കർഷയോടും ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന് നമ്മളെല്ലാം പഠിക്കുന്ന അതേ നിഷ്കർഷയോടുകൂടി ചരിത്രത്തെ സമീപിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു MGS.
ജീവിതത്തെ എത്ര ശുദ്ധിയോടെയാണ് സമീപിക്കേണ്ടതെന്ന് MGSനെ കണ്ടുപിടിക്കണമെന്ന് എഴുത്തുകാരൻ UK കുമാരൻ പറഞ്ഞു. ഒരു വ്യക്തി എത്രമാത്രം ശുദ്ധിയോടുകൂടി ജീവിതത്തെ സമീപിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് MGS. അദ്ദേഹം എത്ര വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിന് സ്വകാര്യമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ അദ്ദേഹത്തിന് ഒട്ടും വിമുഖത ഉണ്ടായിരുന്നില്ല. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ചരിത്രകാരൻ ഡോക്ടർ P നാരായണൻ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പ്രൊഫസർ KP ശശിധരൻ, എഴുത്തുകാരൻ M ശ്രീഹർഷൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനം, കോഴിക്കോട്. ഇപ്പോൾ രാജ്യത്ത് കള്ളപ്പണ കേസുകളിൽ നടപടി ശക്തമാക്കി ED. 2 പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ്. 2024 കണ്ടുകെട്ടിയത് 30,000 കോടി രൂപയുടെ സ്വത്തുക്കൾ. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കള്ളപ്പണ ഇടപാടുകളിൽ ED നടപടികൾ ശക്തമാക്കിയതിന്റെ വിവരങ്ങളാണ് ഈ കേസുകളുടെ എണ്ണത്തിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലുമുള്ള വലിയ വർധനവിലേക്ക് നയിച്ചിട്ടുള്ളത്. ആ കഴിഞ്ഞ 10 വർഷത്തിനിടെ EDയുടെ കേസുകൾ നിരവധി വർദ്ധിച്ചു. ഒപ്പം തന്നെ 2 പതിറ്റാണ്ടിനിടെ 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നെ 2024-25 കഴിഞ്ഞ വർഷമാണ് 30,000 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. 461 കണ്ടുകെട്ടലുകളാണ് കഴിഞ്ഞ വർഷം നടന്നത്. ഇതിൽ തന്നെ വിവിധ കേസുകളിലായിട്ട് 214 പേരാണ് അറസ്റ്റിലായത്. 775 ECIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ പ്രഥമ വിവര റിപ്പോർട്ട് ECIR എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ ഏകദേശം 44% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റിന്റെ കാര്യത്തിലും 21% വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ECIRകളിൽ 11% വർധനവ് 2024-25 കാലവർഷം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് 2002 കാലഘട്ടത്തിന് മുന്നേ ഈ ഫെറ നിയമലംഘനങ്ങളായിരുന്നു EDയുടെ പരിധിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2002 ശേഷം PMLAയിലേക്ക് വിദേശ നാണ്യ വിനിമയ ചട്ടം ഫെമയും കൂടി വന്നതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധി വിശാലമാവുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനും തുടങ്ങിയത്. എന്തായാലും മുഖം നോക്കാതെ ED കർശന നടപടിയിലേക്ക് കടക്കുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ECIRകളുടെ അതോടൊപ്പം തന്നെ കണ്ടുകെട്ടുന്ന വസ്തുക്കളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിലടക്കം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ശരി. പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി മുഴക്കിയ KU ജനീഷ് കുമാർ MLAക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്വാർത്ഥ താൽപര്യക്കാർ വനപാലകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടർ സ്റ്റാഫ് അസോസിയേഷൻ വിമർശിച്ചു. കോന്നി ഭാഗത്ത് കൈതച്ചക്ക മാഫിയയുടെ ആക്രമണങ്ങൾക്ക് കാട്ടാനകൾ ഇരയാകുന്നുണ്ടെന്നും സംഘടന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാട്ടാന ഷോക്കേറ്റ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയാണ് MLA ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയത്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം MLA ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി ഓഫീസ് കത്തിക്കുമെന്നും അതോടൊപ്പം തന്നെ നക്സലുകൾ അങ്ങോട്ടേക്ക് എത്തുമെന്നും എല്ലാം വളരെ വലിയൊരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഫോറസ്റ്റ് ഓഫീസർമാർ കസ്റ്റഡിയിലെടുത്ത അന്യസംസ്ഥാന തൊഴിലാളിയെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു കേൾക്കുകയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഫോറസ്റ്റ് വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് MLA ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് കസ്റ്റഡിയിലുള്ള വ്യക്തിയെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് വിമർശനം ഉയരുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. കാട്ടാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിയെ വനപാലകർ കസ്റ്റഡിയിലെടുത്തത്. ഇങ്ങനെ കസ്റ്റഡിയിലുള്ള ആളെയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെയാണ് MLA ഇടപെട്ട് MLA ഭീഷണി മുഴക്കിക്കൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി ആക്രോശിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിന് തീവെക്കും, നക്സലുകൾ ഇറങ്ങും തുടങ്ങിയ ഭീഷണികൾ മുഴക്കിക്കൊണ്ട് ഈ വ്യക്തിയെ മോചിപ്പിച്ചുകൊണ്ട് പോയത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വനപാലകരുടെ സ്റ്റാഫ് സംഘടനകളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ സംഘടനകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഈ കോന്നി ഭാഗത്ത് കാട്ടാനകൾ ചെരിയുന്നതും കൈതച്ചക്ക മാഫിയയുടെ ഇടപെടലും എല്ലാം ഉണ്ട്. അതിനെതിരെയാണ് വനപാലകർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന വനപാലകർക്കെതിരെ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ചിലർ ആക്രമണം അഴിച്ചുവിടുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള
ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം ഈ കൃത്യനിർവഹണം നടത്തുക എന്നുള്ളത് വനപാലകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയുടെ ഭാഗമായി അന്വേഷണത്തിന് വേണ്ടി, ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാന ഷോക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വനംവകുപ്പ് തന്നെ ഉത്തരവിട്ടിട്ടുള്ളതാണ്. വനപാലകർക്ക് എതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് MLA ഇടപെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് MLA ഇടപെട്ടതിനെതിരെ വലിയ പ്രതിഷേധവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഈ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ജനപ്രതിനിധിയാണ്, കൃത്യമായി തന്നെ നിയമപരമായ നടപടികളിലൂടെ കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടത്തേണ്ട വ്യക്തിയാണ്. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ജനീഷ് കുമാർ MLA ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിൽ വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം പറഞ്ഞുകൊണ്ട് MLA പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി ഇങ്ങനെയാണ്, അനാവശ്യമായാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് വെച്ചത്, അത് ചോദ്യം ചെയ്യുകയായിരുന്നു താൻ എന്നായിരുന്നു MLA പറഞ്ഞത്. പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഇടപെടലുകളാണ് MLA ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ മുരളിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് കോടതിയോട് 14 കാര്യങ്ങൾ ചോദിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി. റഷ്യ യുക്രൈൻ നിർണായക ചർച്ച ഇന്ന്. ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുക്കും. ചർച്ച തുർക്കിയിലെ ഇസ്താംബുളിൽ. വനപാലകർക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ KU ജനീഷ് കുമാർ MLAക്കെതിരെ പ്രതിഷേധം ശക്തം. സ്വാർത്ഥ താൽപര്യക്കാർ വനപാലകർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. MLAക്കെതിരെ പരാതി നൽകാൻ DFO. കണ്ണൂർ മലപ്പട്ടത്തെ സംഘർഷത്തിൽ 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കുമെതിരെ കേസ്. പ്രാദേശിക പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിനെ പിടികൂടാനാകാതെ പോലീസ്. ബെയിലിൻ കൊച്ചിയിലുണ്ടെന്ന് സംശയം. ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗം ഇന്ന്. മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികൾ ചെലവഴിച്ച സർക്കാർ. സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ ചെലവഴിച്ചത് 2.3 കോടി രൂപ. 12 അംഗ സംഘത്തിനായി 1 വർഷം ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ കണ്ണൂർ മലപ്പട്ടത്തെ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 75 പേർക്കെതിരെ കേസ്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച പദയാത്രയിലെ സംഘർഷത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പദയാത്ര നടത്തിയത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒപ്പം KS സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അവിടെ കല്ലേറും മറ്റ് സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഇന്നലെയാണ് ഇത്തരമൊരു സംഘർഷം കണ്ണൂർ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം CPM പ്രവർത്തകർ തകർത്തിരുന്നു. അത് അവിടെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പദയാത്ര നടത്തിയിരുന്നു. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനിടെ ആ പദയാത്ര മലപ്പട്ടം നഗരത്തിലെത്തിയ ഉടനെ തന്നെ CPM പ്രവർത്തകർ കുത്തിവലിച്ചെറിയുകയായിരുന്നു ഈ ഒരു പദയാത്രയിലേക്ക്. തുടർന്ന് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനിടയിൽ ഈ പ്രവർത്തകരെ പോലീസും അതുപോലെ തന്നെ നേതാക്കന്മാരും ഇടപെട്ട് ശാന്തരാക്കിയെങ്കിലും ഈ പരിപാടി കഴിഞ്ഞ ഉടനെ വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് അത് എത്തിപ്പെടുകയായിരുന്നു. CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചു. നഗരത്തിൽ ഏറെ നേരം ഒരു ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇതിനാണിപ്പോൾ 75 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കും എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ദേവിക. ശരി മിഥുൻ, അവിടെ ഈ സംഘർഷത്തിനെല്ലാം ശേഷം അർദ്ധരാത്രിയും വീണ്ടും പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപം തകർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും ദേവിക, കാരണം ഈ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഈ ഒരു ഗാന്ധി സ്തൂപം തകർത്തതിന് തൊട്ട് പിന്നാലെ ഇന്നലെ അത് പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ചില നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ അവിടെ നടത്തുകയും ചെയ്തു. ഈ ഇന്നലെ രാത്രിയോടുകൊണ്ടായി ഈ സംഘർഷത്തിന് തൊട്ട് പിന്നാലെ ഏതാണ്ട് 11 മണിയോടുകൂടി ഈ ഗാന്ധി സ്തൂപം വീണ്ടും തകർക്കുന്നൊരു സാഹചര്യമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കല്ലടക്കം തകർത്തുകൊണ്ടാണ് ആ ഗാന്ധി സ്തൂപം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ദേവിക. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന കണ്ണൂർ കീഴല്ലൂർ ഡാം നാശത്തിന്റെ വക്കിലാണ്. ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സഹായിച്ചിരുന്ന പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് വർഷങ്ങളായി പമ്പിംഗ് പോലും നടത്താൻ കഴിയാതെ നശിക്കുന്നത്. 1971 കമ്മീഷൻ ചെയ്തതാണ് കീഴല്ലൂർ ഡാമും പമ്പിംഗ് സ്റ്റേഷനും. അരനൂറ്റാണ്ട് പിന്നിട്ട പദ്ധതി ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് ഡാം ചോർന്നൊലിക്കാൻ തുടങ്ങി. ഷട്ടറുകൾ തുരുമ്പെടുത്തു. തലശ്ശേരി നഗരസഭ, മാഹി എന്നിവിടങ്ങളിലും സമീപത്തെ നിരവധി പഞ്ചായത്തുകളിലുമായി 10,000-ലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ നാശത്തിലായത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ ഒരു തരത്തിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ക്വാർട്ടേഴ്സിൻ്റെ എല്ലാം ശോചനീയാവസ്ഥ അത്രയും പരിതാപകരമാണ്. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതി ഇങ്ങനെയൊരു കെടുകാരസ്ഥിതിയിലേക്ക് വരുത്തിയത് സർക്കാർ, ഏതൊക്കെ സർക്കാരാണെന്നുള്ളത് ബന്ധപ്പെട്ട് അവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ. കാരണം ഞങ്ങൾ കാണുന്നത് UDF ഭരിക്കുന്ന കാലഘട്ടം വരെ കുറേ മുമ്പ് വരെ ഇവിടെ ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് അത് LDFൻ്റെ സപ്പോർട്ടോട് കൂടിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഓഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച്. ജലവിതരണ കേന്ദ്രത്തിനും അനുബന്ധ ഓഫീസുകൾക്കും നവീകരണം നടത്താത്തതിനാൽ എല്ലാം നശിച്ചു. ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, ജനറേറ്റർ, മോട്ടോറുകൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളാണ് കാട് കയറിയത്. പൊതുജനങ്ങൾക്ക് ഉപകാരം ലഭിക്കേണ്ട വലിയൊരു പദ്ധതി അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത്. ജനം, കണ്ണൂർ. MG സർവകലാശാലയിലെ സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇല്ല. 2023-24 വർഷത്തെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിൽ നിന്ന് സ്വയംഭരണ കോളേജുകളിൽ നിന്നുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട്. നടപടി അനീതി എന്നാരോപിച്ച് സ്വാശ്രയ കോളേജുകളിലെ ഗവേഷകർ രംഗത്തെത്തി. MG സർവകലാശാലയുടെ കീഴിലെ അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങളിൽ മുഴുവൻ സമയ ഗവേഷണം നടത്തുന്നവരിൽ നിന്ന് 260 പേർ ഫെലോഷിപ്പിന് വിജ്ഞാപനമനുസരിച്ച് അപേക്ഷിച്ചിരുന്നു. ഇതിൽ 101 ഗവേഷകർക്കാണ് ഫെലോഷിപ്പ് നൽകിയത്. ഇതിൽ ഭൂരിഭാഗവും സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നവരാണ്. സ്വാശ്രയ കോളേജുകളിലെ ഗവേഷകർ പട്ടികയിൽ നിന്ന് പുറത്തായി. 1 വർഷം വൈകിയാണ് നിലവിൽ ഫെലോഷിപ്പ് നൽകുന്നത് തന്നെ. ഈ സാഹചര്യത്തിൽ തങ്ങളെ ഒഴിവാക്കിയത് അനീതിയാണെന്ന് സ്വയംഭരണ കോളേജുകളിൽ നിന്നുള്ള ഗവേഷകർ പറയുന്നു. സ്വയംഭരണ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഉത്തരവ് പുനഃപ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം സജിത് ബാബു വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സർവകലാശാല ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്ക് ഒരു രണ്ടാമൊരു നീതിയാണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ നമുക്ക് കാണേണ്ടി വരും. കാരണം നമ്മുടെ സർവകലാശാലയിൽ മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഓട്ടോണമസ് പദവിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ സർവകലാശാലയിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു നീതി നിഷേധം കാണിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറിൻ്റെയും രജിസ്ട്രാറിൻ്റെയും ഒക്കെ
മുമ്പിലേക്ക് അറിയിച്ചിട്ടുള്ളതാണ്. നാളിതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പഠനത്തിനും മുഴുവൻ സമയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ട ഏക മാർഗം ഈ ഫെലോഷിപ്പായിരുന്നു. ആർട്സ് വിഷയങ്ങളെക്കാൾ സയൻസ് വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് ചെലവ് താരതമ്യേന കൂടുതലാണ്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് സ്വാശ്രയ കോളേജ് വിദ്യാർത്ഥികളെ ഒഴിവാക്കിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഒരു മാസം 12,000 രൂപ വീതം ഫെലോഷിപ്പ് തുക അനുവദിക്കുന്നത്. അടുത്ത ഘട്ടം സ്വയംഭരണ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നും ആരെയും മാറ്റി നിർത്തില്ലെന്നും അധികൃതർ പറഞ്ഞു. ജനം, കോട്ടയം. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റു. കമ്പളിക്കണ്ടം സ്വദേശി ഷാജനാണ് എലിയുടെ കടിയേറ്റത്. ഓപ്പറേഷന് ശേഷം ആശുപത്രിയിൽ തുടർ ചികിത്സയിൽ ഇരിക്കെയാണ് സംഭവം. സുബിൻ തോമസ് ചേർന്നു വിവരങ്ങളുമായി. സുബിൻ, ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാകാൻ കാരണം. നിലവിൽ ആശുപത്രി അധികൃതർ ഈ ഒരു വാർത്ത നിഷേധിക്കുമ്പോഴും തെളിവുകൾ അവശേഷിക്കുന്നു. രോഗി ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? മറ്റ് വിവരങ്ങളും കൂടി. ഈ ക്ഷുദ്രജീവികളെ പേടിച്ച് ഈ സർക്കാർ ആശുപത്രികളിലേക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ ഈ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റ സംഭവം. അതായത് ബുധനാഴ്ച പുലർച്ചെയാണ് ഈ കമ്പളിക്കണ്ടം സ്വദേശിയായിട്ടുള്ള ഷാജന് എലിയുടെ കടിയേൽക്കുന്നത്. ഇയാൾ ഡയബറ്റിക് രോഗിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഇതിനുശേഷം ഇവിടെ തുടർ ചികിത്സയിൽ ഇരിക്കുകയാണ് ഈ എലിയുടെ കടിയേൽക്കുന്നത്. ഇയാൾ കിടക്കുന്ന റൂമിനോട് ചേർന്ന്, ഷാജൻ കിടന്ന റൂമിനോട് ചേർന്നുള്ള ജനല് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ഈ കാർഡ്ബോർഡുകൾ കൊണ്ടാണ് ഈ ഒരു ജനല് മറച്ചിരുന്നത്. ഇതിന് പിൻഭാഗത്ത് പൂർണ്ണമായും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഈ ജനല വഴിയാണ്, ഈ കാട്ടിൽ നിന്ന് ഈ ജനല വഴി എലി അകത്ത് കടന്നു എന്നുള്ളതാണ് ഷാജൻ പറയുന്നത്. പുലർച്ചയോടുകൂടി വിരലിന്റെ, അതായത് കാലിന്റെ വിരലുകളിൽ എലി കടിക്കുകയായിരുന്നു. ഇതിന്റെ മുറിപ്പാടുകളും ഈ ഷാജന്റെ കാലുകളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ ആശുപത്രി അധികൃതർ ചെയ്ത കാര്യം എന്നുള്ളത് ഈ ജനല് പൂർണ്ണമായും അടച്ചിടുക മാത്രമാണ് ചെയ്തത്. അത് പൂർണ്ണമായും അടയ്ക്കാനുള്ള നിർദ്ദേശം മാത്രം നൽകുകയാണ് ചെയ്തത്. ഏകദേശം ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു ജനല് തകർന്നു കിടക്കുന്നതാണ്. ആ സമയത്തൊന്നും ഇത് പുനർക്രമീകരിക്കുന്നുണ്ടെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊന്നും തന്നെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിനുശേഷം ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ എലി കടിച്ചതിനുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്നത്. ഇത്തരത്തിൽ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് കെടുകാര്യസ്ഥത ഉണ്ടായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ഉടലെടുക്കുന്നുണ്ട്. ശരി. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കരിപ്പൂർ വിമാനത്താവളം വഴി 40 കോടിയുടെ ലഹരി കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 3 യുവതികൾക്ക് 80,000 രൂപ വീതം പ്രതിഫലം ലഭിച്ചതായി വിവരമുണ്ട്. ടെർമിനലിന് പുറത്തിറങ്ങിയാൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും കൈമാറിയിരുന്നു. പിടിയിലായ ചെന്നൈ സ്വദേശിനിയാണ് ലഹരിക്കടത്തിനായി മുൻകൈയെടുത്തത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി 40 കോടിയുടെ ലഹരി കടത്താൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് 3 യുവതികൾക്ക് 80,000 രൂപ വീതം പ്രതിഫലം ലഭിച്ചതായും വിവരമുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ശിവദാസ്, എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്? മാത്രമല്ല, ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? ദേവിക, കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച 3 യുവതികളെ കസ്റ്റംസ് പിടികൂടിയത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ 3 യുവതികളെ പിടികൂടിയത്. 40 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. പിന്നീട് കസ്റ്റംസിന്റെ പരിശോധനയിൽ ഇത് പിടിക്കപ്പെടുകയും ഈ 3 യുവതികളെയും കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ഉണ്ടായത്. ഈ 3 യുവതികൾക്കും 80,000 രൂപ വീതമാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇവർ കരിയർമാർ മാത്രമാണ്. ഇതിനു പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഉണ്ട്. മറ്റു ചില വ്യക്തികളും ഉന്നത മാഫിയ സംഘങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ പിടിയിലായ 3 യുവതികൾ കരിയർമാർ മാത്രമാണ്. അവർക്ക് 80,000 രൂപയാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മൊബൈലിൽ നിന്നും മറ്റു ചില ഫോൺ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ കഞ്ചാവ് എത്തിക്കേണ്ട ആളുകളുടെ നമ്പറും അതോടൊപ്പം തന്നെ മറ്റു ചില യുവതികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില യുവതികളായ കണ്ണികളുടെ ഫോൺ നമ്പറുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ 3 യുവതികളെയും ഏകോപിപ്പിച്ചത് പിടിയിലായ ചെന്നൈ സ്വദേശി റാബിയത്ത് സെയ്തു ആണ്.
അതോടൊപ്പം തന്നെ ഇന്നലെ രണ്ട് തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമായി പിടിയിലായിരുന്നത്. മലയാളിയായ സിമി ബാലകൃഷ്ണൻ തായ്ലാന്റിലേക്ക് പോയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടത്. അവർ തായ്ലാന്റിലേക്ക് പോയത് അവർ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഈ മാസം 5-ാം തീയതി ലീവ് എടുത്തിട്ടാണ് തായ്ലാന്റിലേക്ക് പോയത്. തായ്ലാന്റിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഈ കേരളത്തിലേക്ക് എത്തിച്ചത്. ഈ 3 യുവതികളും ഒരുമിച്ചാണ് വന്നത്. പിന്നീട് കസ്റ്റംസിന്റെ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ ഫോൺ നമ്പറിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നും പുറത്ത് ഇത് വാങ്ങിക്കാനുള്ള ആളുടെ ഫോൺ നമ്പറുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ പിന്നീട് ഈ 3 യുവതികളെ പിടികൂടിയതോടെ ഇയാൾ രക്ഷപ്പെടുകയാണോ ഉണ്ടായത്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയൊരു മാഫിയ സംഘം തന്നെ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരിക്കടത്തിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപും പോലീസ് ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ പിടികൂടിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായി 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി മട്ടന്നൂർ സ്വദേശിയായ 2 പേരെ പോലീസും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള കഞ്ചാവ് കടത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിമാനത്താവളം വഴി അല്ലെങ്കിൽ ഈ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായാണ് ഏറ്റവും പുതിയ വിവരം. ദേവിക. ശരി. പാലക്കാട് നിന്നൊരു ദുഃഖവാർത്ത. മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങിമരിച്ചു. പുതുപ്പള്ളി തെരുവ് സ്വദേശികളായ 20-കാരൻ മുഹമ്മദ് നിഹാൽ, 16-കാരൻ മുഹമ്മദ് ആഹിൽ എന്നിവരാണ് മുങ്ങിമരിച്ചത്. ഒരാളുടെ മൃതശരീരം കണ്ടെടുത്തിട്ടുണ്ട്. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇരുവരും കുളിക്കാനായി ഡാമിലിറങ്ങിയത്. കോഴിക്കോട് അറപ്പുഴ പാലത്തിന് സമീപം ദേശീയപാതയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. കാർ പൂർണ്ണമായി കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മറ്റൊരു അപകട വാർത്ത പാലക്കാട് നിന്ന്. വാഹനാപകടം. കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചാണ് യുവാവ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണു രാജാണ് മരിച്ചത്. കഞ്ചിക്കോട് കിൻഫ്രയിലെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനാണ്. അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത് വധക്കേസിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത SDPI പ്രവർത്തകൻ പോലീസ് പിടിയിൽ. കാവൽപ്പാട് സ്വദേശി മുഹമ്മദ് ഇല്യാസാണ് പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്? മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ഇന്നലെ രാത്രിയോടുകൂടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പാലക്കാട് നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. കാബിൽപ്പാട് സ്വദേശിയായ മുഹമ്മദ് ഇല്യാസിനെയാണ് നോർത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിലെ 2ാം സാക്ഷിയെ ഈ മുഹമ്മദ് ഇല്യാസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തി, അതായത് സാക്ഷിയുടെ വീട്ടിൽ നേരിട്ടെത്തി പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും നോർത്ത് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സഞ്ജിത്ത് കേസിന്റെ വിചാരണ നടപടികൾ അത് കഴിഞ്ഞ 5-ാം തീയതിയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. അന്ന് കേസിലെ 1ാം സാക്ഷിയായ സഞ്ജിത്തിന്റെ ഭാര്യയെ ഉൾപ്പെടെ കോടതി വിസ്തരിക്കുകയായിരുന്നു ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 2ാം സാക്ഷിയെയും മറ്റു സാക്ഷികളെയൊക്കെ കോടതിയിൽ വിസ്തരിക്കുന്ന മറ്റ് നടപടികളിലേക്ക്, അതിന്റെ ട്രയൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ ഇരിക്കെയാണ് ഈ 2ാം സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമവും ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഈ SDPI പ്രവർത്തകനായ മുഹമ്മദ് ഇല്യാസ് പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ശരി. തിരുവനന്തപുരം പേട്ട ആനയറയിൽ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ. നിരവധി വീടുകളിൽ വൈദ്യുതി ഇല്ല. 3 ദിവസമായി വൈദ്യുതി ഇല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. സഹായത്തിന് വിളിച്ചപ്പോൾ KSEB ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണമുണ്ട്.
പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഭാർഗവാസ്ത്ര. ആളില്ലാ വിമാനങ്ങളെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച ഭാർഗവാസ്ത്രയുടെ പരീക്ഷണം വിജയകരമാണ്. ഒഡീഷയിലെ ഗോപൽപൂരിലായിരുന്നു 4 പരീക്ഷണങ്ങൾ നടന്നത്. ഭാരതത്തിന്റെ ആദ്യത്തെ മൈക്രോ ഡ്രോൺ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ചിലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രഹരശേഷിയുമുള്ളതായ ഡ്രോൺ സംവിധാനമാണിത്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. 64 മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമാണിത്. ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഭാർഗവാസ്ത്ര. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് അഥവാ SDAL ആണ് ഈ സംവിധാനത്തിന് പിന്നിലെ ശില്പികൾ. ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ കരസേനയുടെയും വ്യോമസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ വരെ എത്ര ദുർഘടമായ സാഹചര്യത്തിലും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കിലോമീറ്റർ പരിധിയിൽ വരെ റഡാർ നിരീക്ഷണം ഉറപ്പാക്കാൻ ഇതിന് സാധിക്കും. ടാർഗറ്റിനെ കൃത്യമായി കണ്ടെത്തുന്നതിനായി അത്യാധുനിക സെൻസറുകൾ എന്നിവയും ഈ ഡ്രോൺ സംവിധാനത്തിലുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ മറ്റൊരു പൊൻതൂവൽ കൂടിയായി മാറിയിരിക്കുകയാണ് ഭാർഗവാസ്ത്ര. നാഷണൽ ഡെസ്ക്, ജനം. കശ്മീരിൽ നിന്ന് വളരെ പുതിയ അപ്ഡേറ്റ്. അവന്തിപ്പൂരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നു. നാദർ ത്രാൽ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുകയാണ്. കശ്മീരിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ അവന്തിപ്പൂരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? അവന്തിപ്പുരയിൽ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംയുക്ത ഓപ്പറേഷൻ സൈന്യം നടത്തുന്നത്. അതിനിടയിലാണ് ഭീകരർ വെടിയുതിർക്കുകയും അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം അവന്തിപ്പുരയിലെ 2 മേഖലകൾ, നദർ, ത്രാൽ മേഖലകളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള വെടിവെപ്പ് വനമേഖലയിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെയും ഭീകരരെ വധിച്ചത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്രത്തോളം ഭീകര സാന്നിധ്യം ഈ മേഖലയിലുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. നിലവിൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അവന്തിപ്പുരയിൽ നാദർ, ത്രാൽ മേഖലകളിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളതാണ്. കനത്ത ഏറ്റുമുട്ടൽ മേഖലയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷനിൽ 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. അതിൽ ഷഹീദ് കുട്ടെ ഉൾപ്പെടെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കെടുക്കുകയും അതിന് പ്രാദേശിക സഹായം ചെയ്യുകയും ചെയ്തിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഷഹീദ് കുട്ടെ ഉൾപ്പെടെയുള്ള 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സൈന്യം ഷോപ്പിയാനിൽ ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ട് നടത്തിയ ഓപ്പറേഷനിലൂടെ വധിച്ചിരുന്നു. നിലവിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകൾ, ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ, ഒപ്പം മുൻപ് ഭീകരവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകൾ, വനമേഖലകൾ, വീടുകൾ, ഇവിടങ്ങളിലെല്ലാം സുരക്ഷാ സേന വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയും നിരീക്ഷണവും നടത്തുകയാണ്. കാരണം അതിർത്തി മേഖലയിൽ വലിയ പ്രകോപനങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ ഭീകര സംഘടനകൾ, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് ഇതിനോടകം സുരക്ഷാ സേനയ്ക്കും സൈന്യത്തിനും മുൻപിലുണ്ട്. അതുകൊണ്ട് അത് തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണം ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. നിലവിൽ അതിർത്തി ശാന്തമാണെങ്കിലും ജമ്മു കാശ്മീരിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ യൂണിറ്റുകൾ ഇപ്പോൾ കശ്മീർ താഴ്വരയിലേക്കും ഒപ്പം ജമ്മു അതിർത്തി ഗ്രാമങ്ങളിലേക്കുമായി വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യം, CRPF, ജമ്മു കാശ്മീർ പോലീസ് സംയുക്തമായാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന ഒരു പ്രകാരം അവന്തിപ്പുരയിലെ നാദർ, ത്രാൽ മേഖലകളിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ തുടർന്ന് സൈന്യം നടത്തിയിട്ടുള്ള പ്രത്യേക ഓപ്പറേഷനാണ് ഈ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ദേവിക. ശരി, എന്തായാലും കശ്മീരിലെ അവന്തിപ്പോരയിലാണ് ഭീകരരുമായി സേന ഏറ്റുമുട്ടുന്നത്. നാദർ, ത്രാൽ മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് കശ്മീരിൽ നിന്ന് ചേർന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ, സിന്ധു നദീജല കരാറിൽ പുനർചിന്തനം ആവശ്യപ്പെട്ട് ഭാരതത്തിന് പാകിസ്ഥാന്റെ കത്ത്. പാക് ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറി ദേബശ്രീ മുഖർജിക്കാണ് കത്തയച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണം
ആക്രമണ പശ്ചാത്തലത്തിലായിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു അഭ്യർത്ഥന വരികയാണ്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഒരു പുനർചിന്തനം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഭാരതം കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ മറുപടിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ ഒരു അഭ്യർത്ഥന ഭാരതം സ്വീകരിക്കുമോ നിരസിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഐസൻ ഇതുമായി ബന്ധപ്പെട്ട്? ദേവിക, നാളിതുവരെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞ മറുപടികൾ തന്നെയാണ് ഈ കത്തിനുള്ള ഉത്തരമെന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗത്തിലും, അതായത് വ്യോമസേന ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്ന വേളയിലും അദ്ദേഹം ഈ കാര്യവുമായി ഈ കാര്യത്തെ പരാമർശിച്ചത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന കൃത്യമായ നിലപാടാണ്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഇപ്പോൾ ഈ കത്ത് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ജലവിഭവ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയിൽ നിന്നും ഭാരതത്തിൻ്റെ ജലനിധി സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് അയച്ചിരിക്കുന്നത് ഈ പോരാട്ടം, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഭാരതത്തിൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കുള്ള സൈനിക ആക്രമണം ശക്തമായി നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ കത്ത് വന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ചില സൂചനകൾ ലഭ്യമാകുന്നത്. അതിനുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നേരിട്ട് അങ്ങനെ ഒരു കത്തിനുള്ള മറുപടിയായി അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യർത്ഥനയെ മാനിക്കുന്ന മറുപടിയോ പ്രധാനമന്ത്രി നൽകേണ്ടതില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ വന്നൊരു കത്തിനെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ആ ആശയത്തിന് കൃത്യമായ മറുപടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവസാനം നടത്തിയ ജനങ്ങളോട് നടത്തിയ അഭിസംബോധനയിലും എല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല. ദേവിക സൂചിപ്പിച്ചതുപോലെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഭാരതം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് കൃത്യമായൊരു സൂചന ലഭ്യമാകുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഈ അഭ്യർത്ഥനയൊന്നും ഭാരതം അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടിയായി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി പ്രധാനമന്ത്രി തന്നെ പറയുന്നു. എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് അംഗീകരിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തപ്പെട്ടിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതായത് പാകിസ്ഥാനിലെ 1 കോടിയോളം ജനങ്ങൾ, കൃത്യമായ 1 കോടിയോളം ജനങ്ങൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുന്നു ഈ വെള്ളം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായാലെന്ന് പാകിസ്ഥാൻ്റെ കണക്കുകളല്ല, വേൾഡ് ബാങ്കിൻ്റെ കണക്കുകളും IMFൻ്റെ കണക്കുകളും ഒക്കെയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ 20 ലക്ഷത്തോളം പേർ പട്ടിണിയിലാകും. അതായത് അവരുടെ ജീവിതോപാധി നശിക്കും. കർഷക തൊഴിലാളികളും കർഷകരുമൊക്കെ അവരുടെ ജീവിതോപാധി പോലും നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തീരുമാനം പോകുമെന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശത്തെ സിന്ധ് മേഖലയിലെ വലിയൊരു ജനതയെ കൃത്യമായി ബാധിക്കുന്നൊരു പ്രശ്നമാണിത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ കൃത്യമായും പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഒരു റിക്കൺസിലിയേഷൻ്റെ നീക്കങ്ങൾ നടത്തുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഭാരതം ഇതിന് അനുകൂലമായ മറുപടി നൽകുക നിലവിലെ സാഹചര്യത്തിലില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അഥവാ മറുപടി നൽകുകയാണെങ്കിൽ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. കൃത്യമായും ഇന്ത്യ പാകിസ്ഥാനിൻ്റെ ഇടയിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കേണ്ടി വരും. അല്ലെങ്കിൽ 1960 മുതൽ നിലനിൽക്കുന്ന ഒരു കരാർ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഇത്തരത്തിലൊരു കർശന നടപടി ഉണ്ടാകാതെ ഇപ്പോൾ ആ കർശന നടപടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അത് നേടിയതിന് ശേഷം മാത്രമേ ഭാരതം ആ ഒരു നയതന്ത്ര നീക്കത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭാരതം ചെയ്ത, അതായത് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഭാരതത്തിൻ്റേതായി ഉണ്ടായ നയതന്ത്ര നീക്കങ്ങളിൽ, പാകിസ്ഥാനെതിരായ ഭീകരതയ്ക്കെതിരായ നയതന്ത്ര നീക്കങ്ങളിൽ ഏറ്റവും സുപ്രധാനവും ഏറ്റവും പ്രായോഗികമായതും ഏറ്റവും കൃത്യമായതുമായ ഒരു നടപടിയായിരുന്നു ഇതെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഇത് അംഗീകരിക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. എങ്കിലും അത് എത്ര കണ്ട് ആഘാതം പാകിസ്ഥാന് സൃഷ്ടിച്ചു, അത് ഏത് രീതിയിലാണ് ഭാരതം നയതന്ത്ര തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്, അത് എത്ര കണ്ട് ശക്തമാണ് എന്ന് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ഇക്കാര്യത്തിൽ ചർച്ചകൾ വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ മറ്റൊരു മധ്യസ്ഥം ഇക്കാര്യത്തിൽ സാധ്യമാവുകയുമില്ല. തീർച്ചയായും മറ്റു മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലോ മധ്യസ്ഥ സംവിധാനങ്ങളുടെ ഇടപെടലോ ഉണ്ടാകുകയാണെങ്കിൽ അത് തീർച്ചയായും ഭാരതം അംഗീകരിക്കുകയുമില്ല. ഏതൊരു സാഹചര്യത്തിൽ നോക്കിയാലും അംഗീകരിക്കാനുള്ളൊരു സാധ്യതയില്ല. അത്തരത്തിൽ ഒരു സങ്കീർണമായ ഘട്ടത്തിൽ പാകിസ്ഥാൻ എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ മറ്റൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നത് ഈ കത്തിൽ തന്നെ, ഈ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഒരു മാന്യത, ഒരു ഡിപ്ലോമാറ്റിക് മാന്യത പുലർത്തുന്ന രീതിയിലല്ല ഈ കത്ത് വന്നിട്ടുള്ളത് എന്നതും ഒരു വസ്തുതയാണ്. ആ കത്തിൽ നിയമവിരുദ്ധമായ നടപടി എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ ഈ കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം അപ്പോൾ തന്നെ തകർന്നു പോയ ഒരു സാഹചര്യമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് തന്നെയായാലും ഭാരതം കണ്ട ഏറ്റവും
മികച്ച അല്ലെങ്കിൽ പാകിസ്ഥാനിൻ്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന അതീവ ഗുരുതരമായ നീക്കത്തിന് ശക്തമായ തിരിച്ചടി നയതന്ത്ര തലത്തിൽ നൽകിയതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറുന്നു എന്നത് തെളിയിക്കപ്പെടുകയാണ് വീണ്ടും വീണ്ടും. ദേവിക. ശരിയായി സർ. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നിർണായക ചർച്ച. തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ചാണ് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തുക. 3 വർഷത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും നേരിട്ട് പ്രതിനിധി തല ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതേസമയം ചർച്ചകളിൽ വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കില്ല. പ്രസിഡന്റിന്റെ പ്രതിനിധി വ്ളാഡിമിർ മെഡൻസ്കി ആയിരിക്കും പ്രതിനിധി സംഘത്തെ നയിക്കുക. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചകളുടെ ഭാഗമാകും. നാറ്റോ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായുള്ള ചർച്ചകൾക്ക് മാർക്കോ റൂബിയോ ടർക്കിയിൽ എത്തിയിട്ടുണ്ട്. ഭാരതീയനായ ബഹിരാകാശ സഞ്ചാരി ശുഭ്മാൻഷു ശുക്ല നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യം ജൂൺ 8-ന് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6:41-നാണ് വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 29-ന് നിശ്ചയിച്ച വിക്ഷേപമാണ് ജൂൺ 8-ലേക്ക് മാറ്റിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള യാത്രാ ദൗത്യമാണ് ആക്സിയം 4. ഭാരതം പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി അടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാന് കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ലെന്നും SDPI പ്രവർത്തകനാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് രാഘവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുജീബ് റഹ്മാൻ വിളിച്ചത്. ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. മുജീബ് റഹ്മാനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി റുക്കീബി അടക്കമുള്ള കുടുംബം SDPIയിലെ സജീവ പ്രവർത്തകരാണ്. മുൻപ് നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷനിൽ SDPI സ്ഥാനാർത്ഥിയായും റുക്കീബി മത്സരിച്ചിട്ടുണ്ട്. മുജീബ് റഹ്മാനും SDPI പ്രവർത്തകനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മുജീബ് റഹ്മാന് കാര്യമായ മാനസിക തകരാറില്ലെന്ന് ചില പ്രദേശവാസികൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുജീബ് റഹ്മാന് മാനസിക തകരാറുണ്ടോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത്. ഈ കേസ് കേരളത്തിന്റെ പോലീസ് അല്ല അന്വേഷിക്കേണ്ടത്. കേന്ദ്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. വളരെ സജീവമായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ SDPIയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം പോലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഉന്നത ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. എന്നിരിക്കെ രാജ്യ വിരുദ്ധമായിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ള ഈ വ്യക്തിയെ, ആ വ്യക്തിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. മുജീബ് റഹ്മാൻ രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നതായും വിവാദമായതോടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മുജീബ് റഹ്മാന് മാനസിക തകരാറുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്. അതിർത്തിയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നപ്പോൾ വളരെയധികം ആശങ്കാജനകമായാണ് നമ്മളത് നോക്കിക്കണ്ടത്. പക്ഷേ അതിർത്തിയിലെ ചില മനോഹര കാഴ്ചകൾ കൂടിയുണ്ട്. ജമ്മു സെക്ടറിലെ പൂഞ്ച്, രജൌരി മേഖലകളെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് മുഗൾ റോഡ്. പർവ്വത നിരകൾക്കിടയിലൂടെയുള്ള റോഡ് പരിപാലിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. കാണാം മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന മുഗൾ റോഡിലെ യാത്രാവിശേഷങ്ങൾ. യാത്ര മുഗൾ റോഡിലൂടെയാണ്. ജമ്മുവിലെ രജൌരി, പൂഞ്ച് മേഖലകളിൽ നിന്ന് ശ്രീനഗറിലെത്താനായി സമയവും ദൂരവും ലാഭിക്കാനായി പണിതീർത്ത ലിങ്ക് റോഡാണ്. അതല്ലെങ്കിൽ ജിഷ്ണു, ജമ്മു വഴി വേണമായിരുന്നു യാത്ര, അല്ലെ? പരമ്പരാഗത പാത എന്ന് പറയുന്നത്.
അത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക്, ഇപ്പോൾ പൂഞ്ച് രജൌരി മേഖലയിൽ നിന്ന് ജമ്മു വഴി തിരിച്ചുപോയി ശ്രീനഗറിലേക്ക്, കശ്മീർ താഴ്വരയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പൂഞ്ചിൽ നിന്ന് രജൌരിയിൽ നിന്ന് വന്നാലും താനാമണ്ഡിയിൽ വന്ന് താനാമണ്ഡിയിൽ നിന്ന് ബഫ്ലിയാസ് എന്ന് പറയുന്ന കുഞ്ഞു പട്ടണത്തിലെത്തും. ബഫ്ലിയാസിൽ നിന്ന് ഷോപ്പിയാൻ വരെയാണ് ഈ മുഗൾ പാത പോകുന്നത്. ഷോപ്പിയാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീനഗറിലേക്കുള്ള പതിവ് പാതയിലേക്ക് ഇത് ചേരുകയാണ് അല്ലെ? ഷോപ്പിയാന് ശേഷം ബഫ്ലിയാസ്, ഡോഗ്രെ, ചണ്ഡിമാർ, ഗോദാവൻ ആ പ്രദേശങ്ങളിലൂടെ കടന്നുപോയിട്ട്, അതായത് കൃത്യമായി മുൻകാലഘട്ടങ്ങളിൽ ചരക്ക് നീക്കം കൂടാതെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇടയന്മാരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ കുടിയേറ്റം ഉണ്ടല്ലോ. ഈ വിന്റർ കാലങ്ങളിൽ കശ്മീർ താഴ്വരയിൽ നിന്ന് തിരിച്ചു മുകളിലേക്ക് വരുന്നതും, ഒപ്പം സമ്മർ കാലഘട്ടത്തിൽ കശ്മീർ താഴ്വരയിലേക്കുള്ള യാത്ര, അതിനുവേണ്ടിയും മുൻപ് ഈ ഒരു പാതയായിരുന്നു ഉപയോഗിച്ചത്. പിന്നീടാണത് കാലം കഴിയും തോറുമാണ് വളരെ കൃത്യമായി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് കൃത്യമായി നവീകരണം. ഇപ്പോൾ പലയിടങ്ങളിലും മണ്ണ് വീണ് തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ, കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണ് വീണ് തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. 1950 ഇതിന്റെ പണി ആരംഭിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ 6 പതിറ്റാണ്ടോളം എത്തും മുഗൾ റോഡ് തുറന്നു എന്ന് പ്രഖ്യാപിക്കാനായി. 2010 മറ്റുമാണ് അത് പ്രഖ്യാപിക്കുന്നത്. മലയിടിച്ചിൽ, ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ പോലെ മലയിടിച്ചിൽ തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി. 2 വിന്റർ സമയത്ത്, ശീതകാലത്ത് അതുപോലെ തന്നെ മഞ്ഞുവീഴ്ച ഈ റോഡിന് തടസ്സമാകാറുണ്ട്. ഈ മേഖല മഞ്ഞുവീഴ്ച ധാരാളമുള്ളതാണ്. സൈഡിലെ വീടുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അതിൽ കൂര മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകത്തക്കവണ്ണം ആണ് വീടുകൾ പണിതിരിക്കുന്നത്. ദുർഘടമായിരുന്നു ഒരു സമയത്ത് യാത്ര, പക്ഷേ അത് ഇപ്പോൾ വാഹനങ്ങൾക്ക് വേഗത്തിൽ സമയം കുറച്ചെടുത്ത് ശ്രീനഗറിലെത്താനുള്ള വിധം പരിഷ്കരിച്ച് വികസിപ്പിച്ചിരിക്കുകയാണ്. ജിഷ്ണു, കനത്ത മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ദിവസങ്ങളോളം, കഴിഞ്ഞ ഓരോ സീസണുകളിലും ദിവസങ്ങളോളം മുഗൾ പാത അടച്ചിട്ടിരുന്നു. അപ്പം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് മുഗൾ ഭരണകാലത്ത് തന്നെ, അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് ഈ താഴ്വര പിടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാതയുടെ സാധ്യത കണ്ടെത്തുന്നത്. അന്നു മുതൽ തന്നെ ഈ ഒരു പാത, അതായത് മലമുകളിലൂടെയുള്ള പാത ഉണ്ടായിരുന്നു. പിന്നീട് മുഗൾ രാജവംശത്തിന് ശേഷം ഈ ഒരു പാത വികസിപ്പിച്ചെടുക്കാൻ ഓരോ കാലഘട്ടങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്നു. നിലവിൽ സാഹചര്യത്തിൽ ഒന്ന് ഈ പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കശ്മീർ താഴ്വരയിലേക്കുള്ള ഗതാഗതം വളരെ കൃത്യമായി സുഗമമാക്കുന്നു. ഒപ്പം തന്നെ സൈനിക നീക്കം, ഭാരതത്തിന്റെ പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള സൈനിക നീക്കത്തിനും പൂഞ്ച്, രജൌരി, കശ്മീർ താഴ്വര ഇവ ബന്ധിപ്പിക്കുന്നതിനും കൂടെ മുഗൾ റോഡ് വളരെയധികം ഉപയോഗപ്രദമാണ്. പക്ഷേ ഒറ്റ പ്രശ്നമെന്നുള്ളത് നേരത്തെ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ കനത്ത മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ യാത്ര നിലയ്ക്കും. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അല്ലേ ജിഷ്ണു? കാര്യം അങ്ങനെ ആ അർത്ഥത്തിലാണെങ്കിൽ വേനൽക്കാല പാത എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? മറ്റൊന്ന്, ഈ റോഡിന്റെ പണി, ഈ പറയുന്ന പദ്ധതി പൂർണ്ണമാക്കാൻ ഇത്രയും വർഷം എടുത്തതിനൊരു വലിയ തടസ്സമായി നിന്നത് തീവ്രവാദ ഭീഷണി തന്നെയായിരുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ ഭീകരവാദികളുടെ അവർക്ക് പെട്ടെന്ന് വന്ന് ഒളിച്ചിരിക്കാനും കടന്നു വരാനും പറ്റുന്ന രീതിയിലുള്ള താഴ്വാരങ്ങളും മലനിരകളുമാണ് ഇത്. അപ്പോൾ തീവ്രവാദ ഭീഷണിയും തീവ്രവാദ ശല്യവും ഈ റോഡിന്റെ പണി പൂർത്തീകരണത്തിന് വലിയ തടസ്സമായി പല കാലഘട്ടങ്ങളിലും നിന്നു എന്നുള്ളതാണ്. അതിന്റെ മറുവശം എന്ന് പറയുന്നതാണ് ജിഷ്ണു ചൂണ്ടിക്കാട്ടിയത്. ഈ റോഡിന്റെ സവിശേഷതയായി ഇവിടുത്തെ ഏറ്റവും അധികം നമ്മളോട് പറയുന്നത് ഈ മാർഗത്തിന്റെ ഭംഗിയാണ്. ഈ വഴിയിലൂടെയുള്ള യാത്ര, ചുറ്റും കാണുന്ന കാഴ്ചകൾ പ്രകൃതി രമണീയം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ. താഴ്വാരവും അതിനപ്പുറം വലിയ മലനിരകളും, അത് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും, അതിനു മുകളിൽ മഞ്ഞുള്ളപ്പോൾ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഹിമവാന്റെ കാഴ്ചകളുമൊക്കെ മനോഹരമാക്കുന്നു മുഗൾ റോഡിലൂടെയുള്ള ഈ യാത്രയെ. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ വിനോദസഞ്ചാരികൾ തെരഞ്ഞെടുക്കുന്ന ഒരു പാത കൂടിയാണ് മുഗൾ റോഡ്. അതായത് പൂഞ്ച്, രജൌരി വലിയ കാണാൻ മനോഹരമായിട്ടുള്ള താഴ്വരയാണെങ്കിലും അവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കത്ര ശക്തമല്ല. കാരണം പല പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ഭീകരവാദ പ്രശ്നങ്ങൾ, പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടുള്ള പ്രകോപനങ്ങൾ. എങ്കിൽ പോലും ഈ ഒരു വഴി, നേരത്തെ പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ, ഈ ഒരു വഴിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ ഈ പാത ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തിയിട്ടുള്ളതും ഈ ഭീകരവാദികളാണ്. നേരത്തെ ഈ റോഡുമായി ബന്ധപ്പെട്ട ബാഫ്ലിയാസ് പാലം ഭീകരവാദികൾ തകർത്തുകൊണ്ട് ഇതിന്റെ നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു.
മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം കാളിക്കാവിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതായി സംശയം. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ പുലി പിടിച്ചതായാണ് വിവരം. ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ശിവദാസ് കർമ്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, മലപ്പുറത്ത് ഇത്തരം വന്യമൃഗശല്യം രൂക്ഷമായി നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമെല്ലാം ആലയടിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. യുവാവ് കൊല്ലപ്പെട്ടു എന്നും സംശയമുള്ള സാഹചര്യം. നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, മലപ്പുറം ജില്ലയിലെ കാളിക്കാവിലാണ് ഇത്തരത്തിൽ യുവാവ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സംശയം ഉള്ളത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. പുലർച്ചെയാണ് ഗഫൂർ ടാപ്പിംഗ് തൊഴിലാളിന് വേണ്ടി ഈ ഒരു മേഖലയിലേക്ക് റബ്ബർ തോട്ടത്തിലേക്ക് പോയത്. ഈ സമയത്ത് പുലി പിടിച്ചതായാണ് സംശയം. കാളിക്കാവ് സ്വദേശി കൂടിയാണ് ഗഫൂർ. പ്രത്യേകിച്ച് കാളിക്കാവ് എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശം കൂടിയാണ്, വനമേഖലയോട് ചേർന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യം ഉണ്ട്. രൂക്ഷമായി തന്നെ വന്യമൃഗ ശല്യം ഉള്ള ഒരു മേഖല കൂടിയാണത്. പ്രത്യേകിച്ച് പുലിയും അതോടൊപ്പം തന്നെ മറ്റു കാട്ടുമൃഗങ്ങളും, കാട്ടാന അടക്കമുള്ള മറ്റ് കാട്ടുമൃഗങ്ങളും കാട്ടുപന്നികളും അടക്കമുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭീതിയിലാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത്. പ്രത്യേകിച്ച് വനവാസി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇവർ വനയോര മേഖലയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൃഷിയും അതോടൊപ്പം തന്നെ വനത്തിനുള്ളിൽ നിന്ന് കാട്ടുവിഭവങ്ങൾ ശേഖരിച്ച് അത് വിൽപ്പന നടത്തിയുമെല്ലാം തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗശല്യം രൂക്ഷമായ ഈ ഇടത്ത് വലിയ പേടിയോടെയാണ് ഇവർ കഴിയുന്നത്. പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു സഹകരണം ഇവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം തടയാനുള്ള ഒരു ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഇല്ല. ഇതിന്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള വന്യമൃഗം പുലി അടക്കമുള്ള ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ജീവന ഭീഷണി ആകുന്ന തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഒരു ഭീഷണി കൂടി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുൻപും ഇവിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവനുകൾ നഷ്ടമായത്. കരുളായി ഒപ്പം തന്നെ ഈ കാളിക്കാവ് അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ നിരവധി പേരുടെ ജീവൻ കാട്ടാന എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുലിയുടെ ആക്രമണത്തിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ദേവിക. ശരി ശിവദാസ്. ലോകത്ത് എന്ത് നേട്ടമുണ്ടായാലും അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകും. അത്തരത്തിൽ കേരളത്തെ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ ഒരു സ്ഥാപനം. ലോക ശ്രദ്ധ നേടിയ ഫാഷൻ ഇവന്റായ മെറ്റ് ഗാല 2025 ശ്രദ്ധേയമായി കേരളവും. താരങ്ങളുടെ അതിശയിപ്പിക്കുന്ന ലുക്കിനൊപ്പം കാണികളുടെ കണ്ണുടക്കിയ കടും നീല നിറത്തിലെ പരവതാനിക്ക് പിന്നിലും മലയാളി സാന്നിധ്യമുണ്ട്. ആകർഷണീയമായ പരവതാനിക്ക് പിന്നിൽ ആലപ്പുഴ ചേർത്തലയിലെ എക്സ്ട്രാ വീവ് എന്ന സ്ഥാപനവും അവിടുത്തെ തൊഴിലാളികളുമാണ്. മുൻപെങ്ങും കാണാത്ത ലുക്കിൽ ബോളിവുഡിന്റെ കിങ് ഖാൻ പ്രിയങ്ക ചോപ്രയും കിയാര അദ്വാനിയും നടന്നു നീങ്ങിയത് ആലപ്പുഴക്കാരൻ നെയ്തെടുത്ത പരവതാനിയിലൂടെയാണ്. സെലിബ്രിറ്റികൾ, ഫാഷൻ ഡിസൈനർമാർ, ഗായകർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ അണിനിരത്തിയാണ് മെറ്റ് ഗാല എന്ന ഫാഷൻ വിസ്മയം അരങ്ങേറുന്നത്. ഇത്തവണ സെലിബ്രിറ്റികൾക്കൊപ്പം വേദിയിലെ കടും നീല നിറത്തിൽ ഡിസൈനോടുകൂടിയ അതിമനോഹരമായ കാർപ്പറ്റും പ്രശംസ പിടിച്ചുപറ്റി. ചേർത്തലയിലെ എക്സ്ട്രാ വീവ് എന്ന സ്ഥാപനമാണ് ഈ പരവതാനിക്ക് പിന്നിൽ. 6840 ചതുരശ്ര മീറ്റർ വെള്ള നിറത്തിലുള്ള കാർപ്പറ്റാണ് ചേർത്തലയിൽ നിന്നും കടൽ കടന്നത്. ഒരു പ്രത്യേക നാരിൽ നിന്നുണ്ടാക്കുന്നതാണ്. സൈസൽ എന്ന് പറയുന്ന ഒരു നാര്. അത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഈ കേസിൽ മാഡഗാസ്കർ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്നാണ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നാര് പ്യുവർ വൈറ്റ് ആയിരിക്കണം. അതിവിടെ കൊണ്ടുവന്ന് ഞങ്ങളത് യാണാക്കി അത് ഒരു പ്രത്യേക ടൈപ്പ് വീവ് ചെയ്ത് മെഷീനിൽ വീവ് ചെയ്ത് വളരെ ടൈറ്റായിട്ടുള്ള വീവായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്റ്റില്ലറ്റോ ഒക്കെ ഇട്ട് ആക്ട്രസസൊക്കെ സെലിബ്രിറ്റീസൊക്കെ സ്റ്റില്ലറ്റോ ഇട്ടുണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റില്ലറ്റോ അതിൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ല, ട്രിപ്പ് ചെയ്യാൻ പാടില്ല. അവർ വളരെ ടൈറ്റായിട്ടുള്ളൊരു വീവിലാണ്
ഈ ഒരു ഏകദേശം ഒരു 60,000-70,000 ബിറ്റ്വീൻ 60 and 70,000 സ്ക്വയർ ഫീറ്റ് വെള്ള പ്യുവർ വൈറ്റ് കാർപ്പറ്റ് അങ്ങോട്ടേക്ക്. ഓരോ വർഷവും ഓരോ പ്രമേയത്തെ ആസ്പദമാക്കിയാണ് മെറ്റ് ഗാല സംഘടിപ്പിക്കുക. 2023 അന്തരിച്ച ജർമ്മൻ ഡിസൈനർ കാൾ ലാഗർഫെൽഡിന് ആദരമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിസൈനുകളായിരുന്നു ഇത്തവണത്തെ പ്രമേയം. ഇതിനായി വെളുത്ത പരവതാനി ചെയ്യണമെന്ന് സംഘാടകർ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. 480 തൊഴിലാളികൾ 90 ദിവസം കൊണ്ടാണ് കാർപ്പറ്റുകൾ നെയ്തെടുത്തത്. ഈ കാർപ്പറ്റ് ഒരു 10-18 ആർട്ടിസ്റ്റ് നിന്ന് ഹാൻഡ് പെയിന്റ് ആണ് ചെയ്യുന്നത്. ഹാൻഡ് പെയിന്റ് സ്പ്രേ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 45 തൊട്ട് 60 ദിവസം എടുക്കും അവർ ഇത് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ലേ ചെയ്യാനായിട്ട്. ഈ കൊല്ലം ഒരു ബ്രൈറ്റ് ഒരു ബ്ലൂ കളറിൽ വെള്ള ഫ്ലവേഴ്സാണ് ഈ കൊല്ലത്തെ തീം. എല്ലാ കൊല്ലവും ഓരോ പ്രത്യേക തീംസ് ആയിരിക്കും. ഈ കൊല്ലം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് അവർ എടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയുണ്ട്. കാർപ്പറ്റ് കാണാൻ വളരെ ഭംഗിയായിരുന്നു. മുൻ വർഷങ്ങളിലും മെൻഗാലയ്ക്കായി കാർപ്പറ്റുകൾ നിർമ്മിച്ചു നൽകിയത് എക്സ്ട്രാ വീവ് ആയിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലും വൈറ്റ് ഹൗസിലും അടക്കം കാർപ്പറ്റുകൾ ഇവിടെ നിന്നുള്ളതാണ്. കേരളത്തിന്റെ ടെക്സ്റ്റൈൽ പെരുമയും പരമ്പരാഗത വ്യവസായവും ലോകമാകെ എത്തിക്കുകയാണ് 25 വർഷം പിന്നിടുന്ന ഈ സംരംഭത്തിലൂടെ. ജനം, ആലപ്പുഴ. ഇനിയൊരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥി ആദർശ് ഗിരീഷ് പിള്ള 3 വിഷയങ്ങളിൽ ഫുൾ മാർക്കോടെ 500-ൽ 497 മാർക്കാണ് ഈ മിടുക്കൻ നേടിയെടുത്തത്. ആദർശ് വളരെ കൂളാണ്, സിമ്പിൾ പക്ഷേ പവർഫുൾ. CBSE 10ാം തരം അത്യുഗ്രൻ മാർക്കോടെ പാസ്സായതിന്റെ അത്യാഹ്ലാദങ്ങളില്ല. പരീക്ഷാ സമയത്ത് സമ്മർദ്ദവുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലെ പാട്ടും പാടിയാണ് ആദർശ് ഗിരീഷ് പിള്ള 500-ൽ 497 മാർക്കും നേടിയെടുത്തത്. 3 വിഷയങ്ങളിൽ 100-ൽ 100. ഒരു നേട്ടമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ തന്നെ കാണുന്നില്ല. ഞങ്ങളുടെ അടുത്ത ക്ലാസ് തുടങ്ങി ജീവിതം മുന്നേറി പോകുന്നു. പ്രിപ്പറേഷനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ രാവും പകലും ഒന്നാക്കി പഠിക്കാനൊക്കെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുക, എന്നിട്ട് വീട്ടിൽ വന്ന് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ദേശീയ തലത്തിൽ 3ാം റാങ്കാണ് ഈ നേട്ടം. പഠനത്തോട് ആത്മാർത്ഥമായ സമീപനം, പിന്നെ കഠിനാധ്വാനം. ആദർശിന്റെ വിജയരഹസ്യം ഇതാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അവന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവന്റെ കാര്യം നോക്കിക്കോളും. അവനവന് സ്വന്തമായിട്ട് പഠിച്ചോളും. ഞങ്ങളുടെ അതിനകത്തൊരു ഇൻവോൾവ്മെന്റോ ഒരു പ്രഷറോ ഒന്നും അവന് ആവശ്യമില്ല. അവനവൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടതെന്ന് അവൻ്റെതായ തീരുമാനത്തിൽ അവൻ ചെയ്തോളും. അപ്പോൾ അത് കൊച്ചിലെ തൊട്ടേ ആ ഒരു രീതിയാണ്. നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അങ്ങനെയുള്ള ടൈം ടേബിളുകളൊന്നും ഉണ്ടാകാറില്ല. തലേനായിട്ട് അവന് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഒരു റെഗുലറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡീന് അവനില്ല. ലാസ്റ്റ് മൊമെൻറ്റ് ശരിക്കും അവൻ ഫ്രീ റിലാക്സ് ആയിട്ട് നടക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങും അതൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് വരുമെന്ന്. അപ്പോൾ അത് കിട്ടി. ചെങ്ങന്നൂർ മാർ ഇവാനിയോസ് ലോ കോളേജ് പ്രിൻസിപ്പലാണ് അച്ഛൻ ഗിരീഷ്. അമ്മ പ്രീതിയും അധ്യാപികയാണ്. അമൃത വിദ്യാലയത്തിലെ ഏറ്റവും ഉന്നത സ്കോർ കൂടിയാണ് ആദർശിന്റെ ഈ നേട്ടം. ആദർശ് സ്കൂളിന്റെയും അധ്യാപകരുടെയും പ്രതീക്ഷ തെറ്റിച്ചില്ല. ശരിക്ക് വളരെയേറെ ആഹ്ലാദിക്കാവുന്ന ഒരു നേട്ടമാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശിൻ്റെ കാര്യത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നേട്ടം തന്നെ ഉണ്ടാവും. പിന്നെ ആദർശിനെ സംബന്ധിച്ചിടത്തോളം ആദർശിൻ്റെ ഇന്നസെൻസ്, ഈ പഠനം മാത്രമല്ലാതെ മറ്റുള്ളതിലൊക്കെയുള്ള മികവ്, സഹോദയ ഫെസ്റ്റിവലിലാണെങ്കിലും ഏതിലാണെങ്കിലും ആദർശിൻ്റെ മികവ്, ഏറ്റവും അധികം പറയേണ്ടത് ആദർശിൻ്റെ ഇന്നസെൻസാണ്. അത് ആ ഇന്നസെൻ്റായിട്ടുള്ള ആ കുട്ടി തൻ്റേതായ തീരുമാനങ്ങളുണ്ട്. വളരെ കാമായിട്ട് സ്കൂളിൽ പ്രതികരിക്കുന്ന കുട്ടി. ആ ശാന്തത എന്ന് പറയുന്നത് ആദർശിനെ കണ്ടു തന്നെ മറ്റുള്ളവർ പഠിക്കണം. വളരെ ബ്രില്യൻ്റ് ആണ്. വളരെ നല്ല കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും സ്വഭാവത്തിലും എല്ലാം വളരെ നല്ല കുട്ടിയാണ്. വളരെയധികം സന്തോഷം അവൻ്റെ ഈ ഒരു മാർക്കിൽ. ഗിറ്റാർ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, എഴുത്ത് എന്നിവയിലെല്ലാം പഠനത്തിനിടയിലും സജീവമാണ് ആദർശ്. ഒരു വൈബ് പിടിക്കാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സൈക്കിൾ ട്രിപ്പും നടത്തി. ഒരു എത്തിക്കൽ ഹാക്കറാകാനാണ് ആദർശിന്റെ ആഗ്രഹം. IIT-യിൽ ചേർന്ന് പഠനം തുടരണം. പ്രവേശന പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകളും തുടരുന്നുണ്ട്. ജനം, കോട്ടയം.
തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കണ്ടെത്താനാവാതെ പോലീസ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ബെയിലിൻ ദാസ് സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. അതേസമയം ബെയിലിൻ ദാസിന് സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. രണ്ടാം ദിനത്തിലും പ്രതി ബെയിലിൻ ദാസിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ബെയിലിൻ ദാസ് ഒളിവിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ പ്രതി സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. ബെയിലിൻ ദാസിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോൺ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം യുവതിയെ മർദ്ദിച്ച ശേഷം കടന്നു കളഞ്ഞതാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. അതേസമയം അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെതിരെ സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൗൺസിൽ അറിയിച്ചു. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് വിലക്ക്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ പാറശാല കോട്ടുവിള സ്വദേശി ഷാമിലിയെയാണ് സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. അടിയേറ്റ് കണ്ണിനും താടിയിലിനും പരിക്കേറ്റ ഷാമിലി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. കൈകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഷാമിലിക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം ചോദിച്ചതിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നാണ് പരാതി. ജനം, തിരുവനന്തപുരം. പുത്തൻപുലരി പൂർണ്ണമാവുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.